നമുക്കൊന്ന് കുറച്ച് ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ഡയറക്റ്റ് വരുന്ന ചോദ്യങ്ങൾ എന്ന നിലയ്ക്കല്ല, പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുക എന്ന രീതിയിൽ മറ്റു ചില പരീക്ഷകൾക്ക് വന്നിട്ടുള്ള PG ലെവലിലൊക്കെ വന്നിട്ടുള്ള പലതരം പരീക്ഷകൾക്ക് വന്നിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അത് പൊതുവായ കുറെ കാര്യങ്ങളൊന്ന് ഓർത്തെടുക്കാൻ വേണ്ടി ഉള്ള ഒരു രീതിയിലാണ്. ഇതേ ചോദ്യങ്ങൾ ആ രീതിയിൽ വരിക എന്ന് പറയുന്ന ഒരു അർത്ഥത്തിലല്ല. സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം. കാണുന്നുണ്ടോ? എന്തൊരു 70 ചോദ്യം ഡിസ്കസ് ചെയ്യാന്ന് വിചാരിക്കുന്നു. മൂലദ്രാവിഡത്തിൽ നിന്ന് ആദ്യമേ വേർതിരിച്ച് വികസിച്ച ഭാഷ എന്ന് പറയുന്ന ഒരു ചോദ്യമാണ്. ഇത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ ദ്രാവിഡ ഭാഷയെ സംബന്ധിച്ച് ഉള്ള ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ടാവും. അപ്പോൾ തെലുങ്ക്, തമിഴ്, കന്നഡം എന്നൊക്കെ പറയുന്ന ഒരു വലിയൊരു ഭാഷാഗോത്രമാണ്. ആ ഗോത്രത്തിലെ പ്രധാനപ്പെട്ട ഭാഷകളാണ്. ദക്ഷിണേന്ത്യയിലും പ്രധാനമായും, അതോടൊപ്പം തന്നെ മധ്യ അല്ലെങ്കിൽ തെക്കേ ഇന്ത്യ, വടക്കേ ഇന്ത്യയിലൊക്കെ ചില സ്ഥലങ്ങളിലുണ്ട് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അല്ലേ. അപ്പൊ അതിനകത്ത് ദക്ഷിണ ദ്രാവിഡം എന്നും ദക്ഷിണ മധ്യ ദ്രാവിഡം എന്നും മധ്യ ദ്രാവിഡം എന്നും ഉത്തര ദ്രാവിഡം എന്ന് പറയുന്ന നമ്മൾ നാലായി തരംതിരിച്ചു. സ്വാഭാവികമായും ദ്രാവിഡ ഭാഷയിൽ നിന്ന് ഈ പറഞ്ഞ ഗോത്രത്തിൽ നിന്ന് ആദ്യമേ വേർപിരിഞ്ഞ് ഉത്തര ദ്രാവിഡ ഭാഷകളായിരിക്കും അല്ലെ. ബ്രാഹുയി, മാൾട്ടോ, കുറുക്ക് തുടങ്ങിയ അത്തരം ചില ഭാഷകളുണ്ട് അല്ലെ. മധ്യദ്രാവിഡ ആകുമ്പോഴേക്കും കോലാമി, നായ്ക്കി, നമ്മൾ ചില ഭാഷകളെ കുറിച്ചൊക്കെ അത് പറയട്ടെ, ഗദബ പോലുള്ള ഭാഷകൾ. ദക്ഷിണ മധ്യ ദ്രാവിഡം ആകുമ്പോഴേക്കും തെലുങ്ക് ആണ് ഏറ്റവും, മധ്യദ്രാവിഡത്തിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഷ തെലുങ്കാണ്. തെലുങ്ക്, ഗോണ്ടി, കുയി, കോണ്ട അങ്ങനെയുള്ള കുറെ ഭാഷകൾ അവിടെ ഉണ്ട്. കുവി പോലുള്ള കുറെ ഗോത്ര ഭാഷകളൊക്കെ ഉണ്ട് ദക്ഷിണ മധ്യ ദ്രാവിഡത്തിനകത്ത്. പിന്നെയുള്ളത് ദക്ഷിണ ദ്രാവിഡം എന്ന് പറയുന്ന തമിഴും മലയാളവും കന്നഡവും തുളുവും ഒക്കെ ചേർന്നുള്ള ഭാഷകൾ. മൂലദ്രാവിഡത്തിൽ നിന്ന് ആദ്യമേ വേർതിരിഞ്ഞ വികസിച്ച ഭാഷ എന്ന് നമ്മൾ പറയുമ്പോൾ ഉൾപ്പെടുന്ന ഒരു ഭാഷയുമല്ല ഈ ലിസ്റ്റിനകത്തുള്ളത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് തന്നെ അതുകൊണ്ടാണ് ആ ഒരു ചോയ്സുമായി ബന്ധപ്പെടുത്തിയിട്ട് വേണം ഈ പറഞ്ഞ 4 ഓപ്ഷൻസ് ആണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഈ 4 ഓപ്ഷനിൽ ഏത് ആദ്യം എന്നുള്ള അർത്ഥത്തിലാണ് ഈ ഓപ്ഷൻസ് ഒക്കെ വരുന്നത്. ഈ പറയുന്നത് പോലെ തന്നെ ദക്ഷിണ ദ്രാവിഡത്തിന്റെ ഒരു ഏരിയയിൽ വരുന്ന ഒരു സംഗതിയാണ്. അതിനകത്ത് ഈ ഓപ്ഷനകത്ത് ഏറ്റവും ആദ്യം അപ്പൊ ഏതായിരിക്കും എന്നുള്ളതാണ് നമ്മൾ ഓർക്കേണ്ടത് അല്ലെ. അത് ഏത് ഭാഷയാണ്? തുളു ആണ് അതിന്റെ ശരിയായൊരു ഭാഷ എന്ന് പറയുന്നത്. ഈ പ്രോട്ടോ സൗത്ത് ദ്രവീഡിയൻ എന്ന് പറയുന്നതിനകത്ത് ആദ്യം ഈ പറയുന്ന ദ്രാവിഡ ഭാഷയുടെ ഒരു ശാഖയിൽ നിന്ന് ഈ പറയുന്ന ഈ ഒരു തമിഴ്, കൊടക്, തോത തുടങ്ങിയ ഭാഷകൾ അല്ലെ. തമിഴ്, കന്നഡ വേറെ ആവുന്നു, തമിഴിൽ നിന്ന് മലയാളം പിരിയുന്നു, അങ്ങനെ രീതിയിലാണ് അതിന്റെ ഒരു വിഭജനം വരുന്നത്. അപ്പൊ തുളു ആണ് അതിനകത്ത് ശരിയായ ഓപ്ഷൻ. ഓക്കെ. ഭാഷോൽപത്തി വിചാരത്തിൽ സംസ്കൃതജന്യവാദം ആദ്യമായി അവതരിപ്പിച്ചത് എന്ന് പറഞ്ഞൊരു ചോദ്യമാണ്. ഈ ചോദ്യം പരീക്ഷയ്ക്കിടയ്ക്ക് ആവർത്തിക്കുന്ന ചോദ്യമാണ്. അതിന് ഉത്തരം നമ്മൾ പൊതുവെ പറഞ്ഞു വെച്ചിട്ടുണ്ട് അല്ലെ. ഏതാണ് ഉത്തരം? ലീലാതിലകകാരൻ. ലീലാതിലകകാരൻ എന്ന് പറയുന്ന ഒരു ഉത്തരം വരാം. പക്ഷെ അതെ, ലീലാതിലകത്തിൽ എവിടെയും കാരണം ലീലാതിലകം വളരെ കൃത്യമായിട്ട് തമിഴിൽ നിന്ന് ഉത്ഭവിച്ചു എന്ന് എവിടെയും സംസ്കൃതത്തിൽ നിന്ന് ഉത്ഭവിച്ചു എന്ന് പറഞ്ഞിട്ടില്ല. സംസ്കൃതത്തിൽ നിന്ന് സംസ്കൃതം അനാദിയാണ്, ഭാഷയ്ക്ക് ആദിയുണ്ട് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് അതിനകത്ത് ആ അർത്ഥത്തിലുള്ളത്. മറിച്ച് ഈ പറയുന്ന ദ്രാവിഡം എന്ന് പറയുന്ന ഒരു സങ്കല്പം, അതുപോലെ തന്നെ തമിഴ് മലയാളം തമ്മിലൊരു ബന്ധം തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചൊക്കെ ലീലാതിലകം വളരെ കൃത്യമായിട്ട് ഭാഷോൽപത്തിയുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. ചോള ഭാഷയും ഈ പറയുന്ന തമിഴ് മൂവേന്തർ എന്ന് പറയുന്ന ഒരു സങ്കല്പം, അതിൽ നിന്ന് മലയാളം കേരള ഭാഷ പിരിയുന്നതിനെ സംബന്ധിച്ച കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് കുറെ കൂടെ നമുക്കത് കൃത്യമായിട്ട് പറയാവുന്ന ഗോവിന്ദനെടുങ്ങാടിയാണ്. അവിടെയും ഒരു പ്രശ്നമുണ്ട്. ഗോവിന്ദനെടുങ്ങാടി യഥാർത്ഥത്തിൽ എന്ത് പറഞ്ഞിട്ടില്ല. ഈ പറയുന്ന സംസ്കൃത ഹിമഗിരികളിത, ദ്രാവിഡവാണി കളിന്ത ജാമിളത, കേരള ഭാഷ ഗംഗ വിഹരതു സംഗമേ എന്ന് പറയുന്ന അവരുടെ ഒരു അദ്ദേഹത്തിന്റെ ആ ഒരു നാന്ദി ശ്ലോകത്തിനകത്താണ് അത്രയൊരു സ്ഥാനം വെച്ചുകൊണ്ടാണ് കെ എം ജോർജ് വാദിക്കുന്നത്. പക്ഷെ എൻ ആർ ഗോവിന്ദനെ പോലുള്ള ആളുകളൊക്കെ തെറ്റാണ് എന്നും അദ്ദേഹം വളരെ കൃത്യമായിട്ട് തന്നെ ഈ പറയുന്ന ഒരു വാദം, അതായത് തമിഴിന്റെ ഭാഗമാണ് മലയാളം എന്നുള്ള കാര്യം കൃതിക്കകത്ത് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത്
കാണാം. അപ്പൊ മലയാളത്തിന്റെ ഒരു ദ്രാവിഡ സ്വഭാവത്തെ കുറിച്ച് തന്നെയാണ് ലീലാതിലകാരൻ പറയുന്നത്. കാൽഡുലാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ദ്രാവിഡ ഭാഷാ കുടുംബം എന്ന ഒരു ആശയം മുന്നോട്ട് വെച്ച ഒരാളാണ് അല്ലെ കാൽഡുൽ. അദ്ദേഹമാണ് ദ്രാവിഡ ഭാഷാ ഗോത്രം എന്ന് പറയുന്ന ഒരു ഗോത്രത്തെ മുന്നിൽ കാണുകയും അതിന്റെ ഒരു ഭാഗമാണ് എന്ന് പറയുന്ന അല്ലെങ്കിൽ അതിന്റെ ഒരു തമിഴുമായിട്ട് അതിനെ ബന്ധപ്പെടുത്തുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ് എന്നറിയാം അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ശേഷഗിരി പ്രഭുവിന്റെ വ്യാകരണ സങ്കല്പനം സംസ്കൃത സങ്കല്പ പ്രകാരമാണെങ്കിലും സംസ്കൃത വ്യാകരണം മലയാള വ്യാകരണമായിട്ടാണ് അദ്ദേഹം കാണുന്നതെങ്കിൽ കൂടിയും സംസ്കൃതത്തിൽ നിന്നാണ് മലയാളം എന്നൊരു അഭിപ്രായം അദ്ദേഹത്തിന് ഇല്ല അല്ലെ. സി വി വാസുദേവ ഭട്ടത്തിരിയെ പോലെ അല്ലെങ്കിൽ വടക്കൻകൂറിനെ പോലുള്ളവരാണ് കൃത്യമായിട്ട് നമുക്ക് സംസ്കൃതജന്യവാദികൾ എന്ന് പറയാവും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഓർമ്മയുണ്ടാവണം. ഓക്കെ. തതുത്തമം ഭാഷാരസ പ്രാധാന്യം, ഇവിടെ പ്രാധാന്യം ഏതിനൊക്കെയാണ് എന്നുള്ളത് മണിപ്രവാള വിഭാഗങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒരു വിഭാഗത്തെ കുറിച്ച് ചോദ്യം വരാം. അപ്പൊ അതിനെക്കുറിച്ച് ഈ ഉത്തമ മണിപ്രവാളം, ഉത്തമ കൽപ്പമണിപ്രവാളം, മധ്യമ മണിപ്രവാളം, മധ്യമ കൽപ്പമണിപ്രവാളം അല്ലെ. അത് തന്നെ 4 തരത്തിൽ വരും. ഉത്തമകൽപ്പം 2 തരത്തിൽ വരും. അധമ എന്ന് പറയുന്നത് ഒന്നായിട്ട് വരും. 1, 2, 3, 2, 5, 4, 9 തരത്തിൽ മണിപ്രവാള വിഭാഗങ്ങൾ അദ്ദേഹം നൽകുന്നുണ്ട്. മണിപ്രവാള ലക്ഷണ ഗ്രന്ഥമായ ലീലാതിലകത്തിനകത്ത് 8 ശില്പങ്ങളാണുള്ളത്. അപ്പൊ 8ഉം 9ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി പലപ്പോഴും സംഭവിക്കാറുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ഓർമ്മ. ലീലാതിലകമാണ്, ലീലാതിലകത്തിന് 8 ശില്പങ്ങളാണുള്ളത്. ഓരോ ശില്പത്തിന്റെയും കണ്ടന്റിനെ കുറിച്ചൊരു ധാരണ ഉണ്ടാവണം അല്ലെ. അതോടൊപ്പം തന്നെ മണിപ്രവാള വിഭാഗത്തെ കുറിച്ച് അപ്പൊ തതുത്തമം ഭാഷാരസ പ്രാധാന്യം എന്ന് പറയുന്ന ഉത്തമ മണിപ്രവാളം നമുക്കൊക്കെ അറിയാവുന്നത് പോലെ ഈ പറയുന്ന പോലെ ഭാഷയ്ക്കും രസത്തിനും ഓപ്ഷൻ സി ആണ് അതിന്റെ ഓപ്ഷൻ എന്ന് ഓർമ്മയുണ്ടാവണം. ഓക്കെ. ദ്രമിഡ സംഘാത വാർത്തയിലെ സ്വരങ്ങളുടെ എണ്ണം എത്രയാണ്? അപ്പൊ ചിലപ്പോൾ നമ്മൾ ഓടിച്ചു പിടിച്ച് അത് മൊത്തം വർണ്ണങ്ങളുടെ എണ്ണം എന്ന് പറയുന്ന രീതിയിലാണെങ്കിൽ വർണ്ണങ്ങളുടെ എണ്ണമാണെങ്കിൽ എത്രയാണ് വരിക? 30 വർണ്ണങ്ങളാണ്. അതെ, മൊത്തം 30 വർണ്ണങ്ങൾ, 12 സ്വരങ്ങളും 18 വ്യഞ്ജനം. അതൊക്കെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാവുന്നത് ഒഴിവാക്കണം അല്ലെ. ഇപ്പൊ 12 സ്വരങ്ങൾ എന്ന് പറയുന്ന അല്ലെ, അതിനകത്ത് ഹ്രസ്വം എന്ന് പറയുന്ന ആ ഈ അതുപോലെ തന്നെ ഓ, അതിന്റെയൊക്കെ ദീർഘസ്വരങ്ങളായിട്ടുള്ള ആ ഈ ഉ എ ഓ അല്ലെ. പിന്നെ സംയുക്താക്ഷരങ്ങൾ എന്ന് പറയാവുന്ന ഐ ഔ അല്ലെ. ഇത്രയും അക്ഷരങ്ങൾ ചേർന്നിട്ടാണ് 12 സ്വരങ്ങളാണ് ദ്രമിഡ സംഘാത പാഠത്തിലെ സ്വരങ്ങൾ എന്നല്ലേ. അതോടൊപ്പം തന്നെ ദ്രാവിഡ അനുനാസികം ഏത് എന്ന് പറയുന്ന ഒരു ചോദ്യം വരാം. അപ്പൊ അതിന് ഉത്തരം നമുക്ക് ന്യായാണെന്ന് അല്ലെ. പിന്നെ അധികാക്ഷരങ്ങൾ ഏത് എന്നൊക്കെ ചില ചോദ്യം വരാം. നമ്മുടെ അക്ഷരമാലയ്ക്കകത്ത് ഉള്ള അധികാക്ഷരങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന ദ്രാവിഡ ഭാഷകൾക്കകത്തുള്ള ഡ, ട, ഴ, റ, ന അല്ലെ. ഹ്രസ്വമായ അതുപോലെ തന്നെ ഹ്രസ്വമായ എ ഓ, ഇത്രയും വർണ്ണങ്ങളെ നമ്മൾ അധികാക്ഷരങ്ങൾ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള അക്ഷരമാലയുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് സംസ്കൃത ദ്രാവിഡമൊക്കെ തമ്മിലുള്ള ആ ഒരു വ്യത്യാസം, അതിനകത്തുള്ള കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടാവണം. ഓക്കെ. ഗുരുവായൂരിന്റെ പൂർവ്വരൂപമായ കൊരവിയൂർ പരാമർശിക്കപ്പെടുന്ന കൃതി ഏത് എന്നുള്ളതാണ് അല്ലെ. ഈ കൃതി ഇതുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നമ്മൾ നേരത്തെ ചോദിക്കേണ്ടായി. അതിനകത്തുള്ള മറ്റൊരു സവിശേഷതയാണ്. കാരണം കേരളത്തിന്റെ മധ്യകാല ചരിത്രത്തെ കുറിച്ച് ഏറ്റവും കൂടുതൽ പരാമർശമുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു സന്ദേശകാവ്യമാണത് അല്ലെ. സന്ദേശകാവ്യമാണത് എന്നറിയാം. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് നാരായണീയമല്ല, ഗുരുവായൂരുമായി ബന്ധപ്പെട്ട് വരുന്നൊരു സംഗതിയാണെങ്കിൽ നാരായണീയം ഡയറക്റ്റ് ഗുരുവായൂരുമായിട്ടുള്ള ക്ഷേത്രവുമായി ബന്ധപ്പെട്ട സംഗതിയല്ല എന്ന് നമുക്കറിയാം. അപ്പൊ അതിനകത്തുള്ള ഉത്തരം എന്ന് പറയുന്നത് അതെ, കോക സന്ദേശമാണ്. നല്ല മണിപ്രവാള സന്ദേശകാവ്യമാണ് അല്ലെ. അപ്പോൾ ഉടനെ നമുക്ക് വരാം കോക സന്ദേശത്തിന് മറ്റൊരു പേരെന്താന്നുള്ളൊരു ചോദ്യം വരാം. ചക്രവാക സന്ദേശം എന്നുള്ളതാണ് അതിന്റെ പേര് അല്ലെ. അതേതാണ്ട് ഈ തെക്കേ മലബാറിൽ ഈ പറയുന്ന വെള്ളോട്ടുകാർ അല്ലെങ്കിൽ ഈ പറയുന്ന തിരുനാവായ ഈ ഭാഗം തൊട്ടിട്ട് എടപ്പള്ളി വരെയുള്ള ഒരു സംഗതി അല്ലെ. ഈ കടന്നു പോകുന്ന പേരാറിനെ കുറിച്ചും അതുപോലെ തന്നെ തിരുനാവായ, അതുപോലെ തന്നെ ആഴ്വാഞ്ചേരി മന അല്ലെ, മാറഞ്ചേരി, ഗുരുവായൂര് അല്ലെ. ഗുരുവായൂർ തന്നെ കൊരവിയൂർ എന്നാണ് അതിനകത്ത് പറയുന്നത്. കാക്കത്തുരുത്തി അതിന്റെ അവസാന ഭാഗം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഏതാണ്ട് ഈ എടപ്പള്ളിയെ വർണ്ണിക്കുന്ന ഭാഗങ്ങളൊന്നും കിട്ടിയിട്ടില്ല. അപ്പൊ അതുമായി ബന്ധപ്പെടുത്തിയ കാര്യങ്ങളൊക്കെ കുറച്ച് പ്രധാനപ്പെട്ട പോയിന്റ്സ് ഓർമ്മയുണ്ടാവണം. സാമൂതിരിയുമായി ബന്ധപ്പെട്ട നിരവധി എന്താ പറയാ പരാമർശങ്ങൾ അതിനകത്ത് ഉണ്ട് എന്നുള്ളത് അല്ലെ. അത്തരം ചില ചേരാനല്ലൂർ അങ്ങനെയുള്ള കുറെ സ്ഥലങ്ങളെ സംബന്ധിച്ച പരാമർശങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ അതിലേതെങ്കിലും ഒരു സ്ഥലത്തെ ചൂണ്ടിയുള്ള ചോദ്യങ്ങൾ ഉണ്ടാവാം എന്നുള്ളത് അല്ലെ. ഇതിനകത്ത് കുരുചില തന്നെ നമസ്കൃതി ചെയ്യുന്നത് പൊടിയുമൊഴിഞ്ഞ് തൊടുത്താൻ പാടം എന്ന് പറയുന്ന അല്ലെ 4 പ്രാചീന പാട്ടുകൾക്കകത്തുള്ള വരികൾ കൊടുത്തിട്ടുണ്ട്. പലനാൾ ചെന്നത് കാലം പുത്ര ഭവി. ചിലപ്പോൾ സ്വാഭാവികമായിട്ട് അതിന്റെ ഒരു ഡിക്ഷന്റെ ഒരു ഘടന അല്ല, കാരണം വരികളൊന്നും നമുക്ക് ഓർമ്മയുണ്ടാവില്ല. ഇപ്പൊ ഡിക്ഷന്റെ ഒരു ഘടന വെച്ചുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യുകയും ഏതെങ്കിലും നമുക്ക് തിരിച്ചറിയാത്തത് ആ വഴിക്ക് കണ്ടുപിടിക്കുകയും ചെയ്യുക എന്ന് ഉള്ളതാണ്. ഇപ്പൊ ഉദാഹരണമായിട്ട് സി എന്ന് പറയുന്നത് നോക്കിയാൽ തന്നെ കെട്ടിച്ചമ്മേ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഏതാന്ന് പറയാൻ പറ്റും?
കൃഷ്ണഗാഥ. നമുക്ക് പറയാൻ പറ്റും അല്ലെ. അപ്പൊ ഇതിനകത്ത് ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ ഏതാണെന്ന് പറയാവോ? ഓക്കെ, സിയില് എയില് രണ്ടാമത്തെ എന്ന് പറയുമ്പോൾ ഒരു തന്നെ നമസ്കൃതി ചെയ്ത അതാ അല്ലെ, ഭാരതഗാഥ അല്ലെ. ഭാരതഗാഥ ആരെഴുതിയതാണ്? ഭാരതഗാഥ ചെറുശ്ശേരിയുടെ തന്നെയാണെന്ന് പറയുന്നത്. ചെറുശ്ശേരിയുടേതാണെന്ന് വിചാരിക്കുന്ന ഒരു 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 കൃതിയാണല്ലേ ചെറുശ്ശേരി ഭാരതം എന്ന് ഉള്ള രീതിയിലാണത് ഈ പറയുന്ന ചെറുശ്ശേരി ഭാരതം എന്നുകൂടി അതിന് പേരുണ്ട് എന്നറിയാം അല്ലെ. അപ്പോ അത് പ്രസിദ്ധീകരിച്ചത് ആരാണ്? കണ്ടെടുത്ത് പ്രസിദ്ധീകരിച്ചതാണല്ലേ, ചിറക്കൽ രാമവർമ്മ ആണത്. രാമവർമ്മരാജൻ അത് കണ്ടെടുത്ത് പ്രസിദ്ധീകരിച്ചത് അല്ലെ. അങ്ങനെയുള്ള ചില ബേസിക്കായ ധാരണകൾ അവിടെ ഉണ്ടാവണം അല്ലെ. രണ്ടാമത് ബിയോ ശോകിച്ചാൻ പുത്രർ എന്നൊക്കെ പറയുന്ന സംഘടന അരജൻ എന്നുള്ളത് കൂടി കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അപ്പം ഉറപ്പിക്കാൻ പറ്റുന്നത് അത് കണ്ണശരാമായണമായിരിക്കും. അത് രാമചരിതമാവില്ല നമുക്കറിയാം സ്വാഭാവികമായിട്ടും. പക്ഷെ അരജൻ വന്നിട്ടുണ്ട്, പുത്രർ വന്നിട്ട്, ശോകിച്ചാൻ എന്ന് പറയുന്ന ഈ പറയുന്ന പുരുഷപ്രത്യയം ചേർന്ന രൂപവും വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് കണ്ണശരാമായണം തന്നെയെന്ന് ഉറപ്പിക്കാം അല്ലെ. നേരത്തെ മറ്റു നമ്മൾ പറഞ്ഞു കൃഷ്ണഗാഥയെ കുറിച്ച് അത് പറഞ്ഞു. ഡി എന്ന് പറയുന്നത് ആ കഥയുടെ സന്ദർഭം നോക്കി നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ അത് കണ്ടുപിടിക്കാൻ പറ്റും. ഭാരതം പാട്ട്. അതെ, ഭാരതം പാട്ട് നമുക്ക് കണ്ടുപിടിക്കും. അപ്പൊ ഈ വക കാര്യങ്ങൾ ഏറ്റവും പ്രധാനമായിട്ടും ഓർമ്മയുണ്ടാവണം അല്ലെ. ഈ പറയുന്ന കണ്ണശരാമായണത്തിന്റെ പ്രത്യേകത അല്ലെ. ആദ്യത്തെ സമ്പൂർണ്ണ രാമായണം എന്ന ഒരു സംഗതി നൃത്തത്തിൽ എഴുതി എന്ന് പറയുന്നത് അല്ലെ. അതാദ്യം കണ്ടെടുത്ത് ആരാണ് അത് കണ്ടെടുത്ത് പ്രസിദ്ധീകരിച്ചത് എന്ന് പറഞ്ഞ ഇത് മാസികയിലാണ് വന്നത്? ഭാഷാഭൂഷണിയിലെ. അതെ, ഭാഷാഭൂഷണിയിലാണ്. കണ്ടത്തിൽ വർഗീസ് മാപ്പിള അല്ലെ. അതെ. അതുപോലെ തന്നെ ഇതിനകത്ത് വന്നിട്ടുള്ള മറ്റ് കൃതികളെ സംബന്ധിച്ച് അല്ലെ, അയ്യപ്പിള്ള ആശാനുമായി ബന്ധപ്പെട്ട അയ്യനപ്പിള്ള ആശാനും അയ്യപ്പിള്ള ആശാനും അല്ലെ, കോവളംപിള്ളമാർ പറയണ്ടായി അല്ലെ. അയ്യനപ്പിള്ള ആശാന്റെ കൃതിയാണ് ഏത്? ഭാരതം പാട്ട് എന്ന് പറയുന്ന കൃതി അല്ലെ. ഭാരതം പാട്ട് രാമകഥാ പാട്ട് അയ്യപ്പിള്ള ആശാന്റെയാണ്. ഭാരതം പാട്ട് എന്ന് പറയുന്നത് അയ്യനപ്പിള്ളയുടേതാണ് എന്ന് വിചാരിക്കുന്ന കൃതിയാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രധാനമായിട്ടും ഓർമ്മയുണ്ടാവണം. ഇതിന് ഈ കൃതികൾ കണ്ടെടുത്ത് വ്യാഖ്യാനം ചെയ്തത് അല്ലെ ഈ പറയുന്ന പി കെ നാരായണപിള്ളയാണ് അല്ലെ. ഭാരതമാല ആരുടെ കൃതിയാണ്? ഭാരതമാല വെള്ളാട്ട് ശങ്കർ ആളുടെ കൃതിയാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഒരു അതിന്റെ പ്രത്യേകത മലയാളത്തിലെ ആദ്യത്തെ മഹാഭാരത സംഗ്രഹാഖ്യാനമാണ് എന്ന് പറയുന്ന ഒരു അല്ലെ. ആദ്യം ഈ ഭാഗവതം ദശമസ്കന്ധത്തിന്റെ കഥയും പിന്നെ അതിന്റെ മഹാഭാരതം ഒന്ന് ചുരുക്കി പറയുകയും ചെയ്യുന്ന രീതിയിലാണ് ആ കൃതി ഉള്ളത് എന്ന് നമുക്കറിയാം. അപ്പൊ അങ്ങനെ കുറെ അതുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ എന്താ പറയാ, അല്ലെങ്കിൽ എഴുത്തച്ഛന്റെ മഹാഭാരതത്തിന് മാതൃകയായിട്ടുള്ളത് ഏത് ഭാരതമാലയാണെന്ന് പറഞ്ഞതാരാണ്? എൻ കൃഷ്ണപിള്ള പറഞ്ഞ അഭിപ്രായമാണ്. അങ്ങനെയുള്ള കുറെ അതുമായി ബന്ധപ്പെട്ട് ഭാരതമാലയുമായി ബന്ധപ്പെട്ട് കുറെ പോയിന്റ്സുകളൊക്കെ നമ്മൾ അതിനകത്ത് ഒരു ഓടായിട്ടുള്ള ഒരു ഓപ്ഷനിൽ തന്നെ നമുക്ക് ചില ചോദ്യങ്ങൾ ചോദിച്ചിട്ട് അതിന്റെ ഉത്തരങ്ങൾ ഓർത്തു വെക്കണം എന്നുള്ളതാണ് അല്ലെ. ഇരവിക്കുട്ടി പിള്ളപ്പൂര്. അപ്പൊ നമുക്ക് ധാരാളം തെക്കൻ പാട്ടുകളുടെ ഓർമ്മയുണ്ടാവണം അല്ലെ. ആ ഒരു വരുന്ന നീലികഥയും അല്ലെങ്കിൽ വലിയകേശി എന്നൊക്കെ പറയുന്ന ആ ഒരു പാട്ടുകളുടെ ഒരു വലിയ പുന്നറത്താൾ കഥ എന്നൊക്കെ പറയുന്ന ആ പാട്ടുകളുടെ ഒരു വലിയ സീരീസ് നമുക്ക് ഓർമ്മയുണ്ടാവണം അല്ലെ. ഇരവിക്കുട്ടിയുള്ള പേര് എന്ന് പറയുമ്പോൾ തന്നെ പോര് എന്ന് പറയുമ്പോൾ തന്നെ ആ കഥാഗാനം അല്ലെ. അപ്പൊ ആ കഥാഗാനം എന്താണെന്നുള്ള ഓർമ്മയുണ്ടാവും അല്ലെ. ഉപയോഗപ്പെടുത്തിയിരുന്ന നാടൻ കലാരൂപം ഏത്? നമുക്ക് വളരെ പെട്ടെന്ന് നമുക്ക് ഇരവിക്കുട്ടിയുള്ള ഒരു സംശയം വന്നു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട തെക്കൻ പാട്ടുകൾ വരുമ്പോൾ തന്നെ നമുക്ക് വില്ലടിച്ചാൻ പാട്ട് എന്ന് പറയുന്ന സാധനം നമുക്ക് ഓർമ്മയുണ്ടാവും. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഈ വില്ലുപാട്ട് അല്ലെങ്കിൽ വില്ലുകുട്ടിപ്പാട്ട് എന്നൊക്കെ പറഞ്ഞ പല പേരിൽ അറിയുന്ന വില്ലടിച്ചാൻ പാട്ട് അത് പോപ്പുലറുമായി നമുക്കത് കണക്ട് ചെയ്യാം. തെക്കൻ പാട്ടുകളിലെ പ്രധാനപ്പെട്ട അതിനകത്ത് അവതരിപ്പിക്കുന്ന മറ്റ് പാട്ടുകൾ ഏതൊക്കെ, വില്ലടിച്ചാൻ പാട്ടിന് ഉപയോഗിക്കുന്ന പാട്ടുകൾ ഏത് എന്ന് നമുക്ക് കുറെ ഒരു ഗണം ചോദിക്കുകയാണെങ്കിൽ അതിനകത്ത് അല്ലെ ഈ പറയുന്ന പലപ്പോഴും ഈ എന്താ പറയാ കണ്ണകി കോവലൻ കഥയുമായി ബന്ധപ്പെട്ട പാട്ടുകൾ അല്ലെങ്കിൽ മറ്റുള്ള ഒരു ഈ ഇരവിക്കുട്ടിപ്പിള്ള പേര് പോലെ തന്നെ നീലി കഥയെ പോലെ അല്ലെങ്കിൽ ഭൂതത്താൻ പാട്ട് പോലെയൊക്കെയല്ല അങ്ങനെയുള്ള വില്ലുപാട്ടുകൾ പിൽക്കാലത്ത് ഈ ആശാന്മാരൊക്കെ ചേർത്ത് ചെയ്യുന്ന ഒരു സംഗതിയാണ്. അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് അതുമായി ബന്ധപ്പെടുത്തി ആ ഒരു കലാരൂപവുമായി ബന്ധപ്പെടുത്തി ഓർമ്മയുണ്ടാവണം. ഓക്കെ, ഹജൂർ ചെപ്പേടിന്റെ മറ്റൊരു പേരെന്താണ് എന്നുള്ളതാണ്. അതെ. അപ്പൊ അത് മറ്റേ പാർത്ഥിവപുരം ശാസനമാണ് അല്ലെ. ആൻസർ ഡി ആണ് അല്ലെ, ഹജൂർ ചെപ്പേട് എന്ന് പറയുന്നത്. പിന്നീടാണ് അത് പാർത്ഥിവപുരം ശാസനം എന്നുള്ള പേരിൽ അത് വരുന്നത് അല്ലെ. പാർത്ഥിവപുരം ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടാണ് അല്ലെ. അത് കരുനന്തടക്കൻ തെക്കൻ തിരുവിതാംകൂറിൽ നിന്ന് കണ്ടെടുക്കപ്പെട്ട ഒരു ശാസനമാണ്. വിഴിഞ്ഞുമായി ബന്ധപ്പെട്ട രാജാവിന്റെ ഒരു കൊല്ലവർഷം 41 ആണ്ടിലല്ലേ. അപ്പൊ ആ ഒരു പ്രതിഷ്ഠ നടത്തുകയായി ബന്ധപ്പെട്ടുള്ള ക്ഷേത്രത്തിലെ പതിവുകളൊക്കെ കാണിക്കുന്ന കുറെ കാര്യങ്ങളാണ് ഈ പറയുന്ന ആ ഒരു ശാസനത്തിനകത്ത് കൊടുക്കുന്നത്. ഈ ശാസനത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് കേരള ചരിത്രത്തെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്?
കലിവർഷം രേഖപ്പെടുത്തിയ ആദിശാസനം. അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കാന്തളൂർ ശാലയുമായി ബന്ധപ്പെട്ടുള്ള അല്ലെ, കാന്തളൂർ ശാലയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആദ്യമായി പ്രസ്താവിക്കുന്നു എന്ന് പറയുന്ന ഒരു സാധാരണ കേരളവുമായി ബന്ധപ്പെട്ടിട്ട് ഏറ്റവും ഒരു അല്ലെ, കാരണം കാന്തളൂർ ശാല നമ്മൾ പല രീതിയിൽ നമ്മൾ പറയുന്ന ഒരു സംഗതിയാണ് അല്ലെ. അപ്പൊ അത് ഈ പറയുന്ന ഒരു ആയിരാജ വംശകാലത്ത് കാന്തളൂർ ശാലയ്ക്ക് കൊടുത്തിട്ടുള്ള ഒരു സംഗതിയെ കുറിച്ചൊക്കെ കിട്ടുന്നതിന് വേണ്ടി നമുക്ക് ഈ ഒരു ശാസ്ത്രത്തിന് റെഫറൻസ് ഓർമ്മയുണ്ടാവും അല്ലെ. മഹാഭാരതം കിളിപ്പാട്ടിൽ എത്ര പർവ്വങ്ങളുണ്ട് എന്ന് പറയും? 21. അതെ. അപ്പൊ തന്നെ നമുക്ക് മഹാഭാരതം ഒറിജിനൽ എത്ര പർവ്വങ്ങളുണ്ട്? 18. അപ്പൊ ഏതൊക്കെ പർവ്വങ്ങളാണ് കൂട്ടിച്ചേർക്കപ്പെട്ടത് എന്ന് പറയുന്ന സംഗതി അല്ലേ? അപ്പൊ ഏതൊക്കെയാണെന്ന് അറിയാവോ? അങ്ങനെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഏതെങ്കിലും ഒരു പർവ്വമെങ്കിലും? മൗസല പർവ്വം, സംഭവ പർവ്വം അല്ലെ, മറ്റേ ആസ്തിക പർവ്വം എന്നൊക്കെ പറയുന്ന ചില പർവ്വങ്ങളാണ് കൂട്ടിച്ചേർത്തിട്ടുള്ളത്. അപ്പൊ ആ ഒരു പർവ്വങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു ഓർമ്മ ഉണ്ടാവണം അല്ലെ. അതുപോലെ തന്നെ ഈ പറയുന്ന മഹാഭാരതം കിളിപ്പാട്ടുമായി ബന്ധപ്പെട്ട് മറ്റ് അതിന് മറ്റേ എന്താ പറയാ പലതരത്തിൽ സ്വാധീനിച്ചിട്ടുള്ള മുൻകാല ഭാരതം ആഖ്യാനങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെയുള്ള ചില കാര്യങ്ങൾ അതിനകത്ത് ഓർമ്മയുണ്ടാവണം. ഓക്കെ. UGC ഒരു പരീക്ഷയ്ക്ക് വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്, പല ആളുകൾക്കും അത് പരിചയമുണ്ടല്ലോ. ഇത്തരം വളരെ ലൈറ്റ് വെയിറ്റ് ആയ ചോദ്യങ്ങൾ പലപ്പോഴും അതൊരു ലോജിക്കൽ സീക്വൻസിംഗ് സംഗതിയാണ്. അതിന് അത്തരം ചോദ്യങ്ങൾക്ക് ഉണ്ടാവുക. പുതിയ അനലിറ്റിക്കലായ ചോദ്യങ്ങൾ വരിക എന്ന് പറയുന്നത് ക്രമേണ PSCയിലേക്കും എല്ലാം വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത്തരം ചില ചോദ്യങ്ങളൊക്കെ നമ്മൾ പ്രതീക്ഷിക്കണം. നമ്മുടെ കേറ്ററ്റ് പോലുള്ള പരീക്ഷകളിലൊക്കെ ഇത്തരം ചോദ്യങ്ങൾ ധാരാളം വരുന്നുണ്ട്. അപ്പൊ അത്ര അസഷൻസിന്റെയും മറ്റൊക്കെ പല ഫോർമാറ്റിൽ. അപ്പൊ അത്തരം ചില അനലിറ്റിക്കൽ ചോദ്യങ്ങളുടെ ഒരു മാതൃക എന്നുള്ളത് നമുക്ക് എടുക്കാവുന്നതല്ലേ. അതൊരു വളരെ ലൈറ്റ് വെയിറ്റ് ആയ ഒരു ചോദ്യമാണ് അല്ലെ. അതിനകത്തുള്ള ആൻസർ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ആൻസറുമാണ് അല്ലെ. ഏതാണ്? കൃഷ്ണഗാഥയുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുന്ന ഒരു സാമാന്യമായ ഒരു പ്രസ്താവമാണ് അല്ലെ. പക്ഷെ ആ പ്രസ്താവത്തിനകത്ത് ഈ പറയുന്ന കൃഷ്ണഗാഥയുടെ മാറ്റി കുറച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു സംഗതിയെ നമുക്ക് അതൊരു എന്താ പറയാ, ഒരു വളരെ അഫർമേറ്റീവ്, അങ്ങനത്തെ ഒരു ക്ലിയർ കട്ടായ ഒരു വിധിയായിട്ട് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പൊ ഭാഗികമായി ശരിയുണ്ട് എന്നേ നമുക്ക് അതിനകത്ത് പറയാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ ഈ പറയുന്ന ഇതൊക്കെ നിരൂപകന്മാർ പറഞ്ഞു വെച്ചിട്ടുള്ള ചില പ്രയോഗങ്ങളാണ്. പക്ഷെ അതേപോലെ തന്നെ അത് മഹനീയമായ ഒരു കാവ്യമാണെന്ന് പറയുന്ന അഭിപ്രായങ്ങളൊക്കെ അവിടെ ഉണ്ടെന്നുള്ളത് തന്നെ അങ്ങനെ ഒരു ഡെഫിനറ്റ് ആയ അത്തരം ചോയ്സുകൾ അതിനകത്ത് എടുക്കാതിരിക്കുക എന്നുള്ളത്. അപ്പൊ ആ അർത്ഥത്തിലാണ് ആൻസർ C എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ആയിരിക്കും കുറെ കൂടെ ഫിറ്റ് ആയിട്ട് വരിക അല്ലെ. അപ്പൊ അത്തരം ചില ചോദ്യങ്ങളിൽ അങ്ങനെയുള്ള ചില ലോജിക്കുകൾ എപ്പോഴും വർക്ക് ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ. കഥകളിയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം അല്ലെ. ഈ പറയുന്ന പോലെ ഏതെങ്കിലും ചിലപ്പോ ചില സവിശേഷമായ അഭിനയ സംഗതികളാവാം, ചില പദങ്ങളാവാം, ചില പ്രത്യേക വളരെ അപൂർവ കഥാപാത്രങ്ങളാവാം, ചില പ്രത്യേക വേഷങ്ങളാവാം. അതൊക്കെ എടുത്തുകൊണ്ട് ഉള്ള ചില സാധനങ്ങളായിരിക്കും ചിലപ്പോൾ ഈ വേർഡായിട്ട് ഓപ്ഷനായിട്ട് വരില്ല. കോട്ടയത്ത് തമ്പുരായിട്ട് ബന്ധപ്പെടാത്തത് സലജോഹം എന്ന് പറയുന്ന ഏകലോചനം അല്ലെ, സുലളിത പദവിന്യാസം, ഹസ്തേന ഹസ്തതലമാർന്ന സുഖം എന്ന് പറയുന്ന 4 സംഗതികളാണ് കൊടുത്തിരിക്കുന്നത് അല്ലെ. ഇതിലേതാണ്? ഏകലോചനം, ഉത്തര സ്വയംവരം. ഓപ്ഷൻ ഏതാന്ന് പറഞ്ഞേ? ഓപ്ഷൻ B ആണ് അല്ലെ. കാരണം അത് ഈ പറഞ്ഞ ഏകലോചനം എന്ന് പറയുന്ന ഒരു അഭിനയ അല്ലെ, ഈ പറയുന്ന എന്താ പറയുക, ഒരു കണ്ണില് ദേഷ്യവും മറ്റേ കണ്ണില് ശോകവും ഒക്കെ വരുന്ന ഒരു അപൂർവമായ രസാഭിനയത്തിന് മുഹൂർത്തം എന്ന രീതിയിലാണ് ഈ ഉത്തരാസ്വയംവരത്തിനകത്ത് അല്ലെ ഈ പറയുന്ന എന്താ പറയാ ഏകലോചനം എന്ന് പറയുന്ന ഒരു അഭിനയ രീതികൾ. ബാക്കിയെല്ലാം ഈ പറയുന്നത് പോലെ അദ്ദേഹത്തിന്റെ പദങ്ങൾ അല്ലെ, സലജോഹം എന്നൊക്കെ പറഞ്ഞ കാലകേയ പദത്തിനകത്തുള്ള ഒരു പദമാണ് എന്ന് നമുക്കറിയാം അല്ലെ. കീചകവധത്തിനകത്തുള്ള ഈ സുലളിത പദവിന്യാസം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ കവിതയെ സംബന്ധിച്ച കാഴ്ചപ്പാടായിട്ട് തന്നെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഈ പറയുന്ന ഓരോ കൃതിക്കകത്തും ഉള്ള ഒരു എന്താ പറയാ ഏതെങ്കിലും പദങ്ങളാവാം, അല്ലെങ്കിൽ പ്രസിദ്ധമായ പദങ്ങളായിരിക്കും. കീചകവധത്തിലെ പദമോ അല്ലെങ്കിൽ ഈ പറയുന്ന അദ്ദേഹത്തിന്റെ ഇപ്പൊ കോട്ടയത്ത് തമ്പുരാന്റെ 4 കഥകൾ ഏതാണ്, അതിനകത്ത് വധം ഏതാണ്, അതല്ലാത്ത കൃതി ഏതാണ്, തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതിനകത്ത് ഓർമ്മയുണ്ടാവും. ഇവിടെ ചില കഥാപാത്രങ്ങളെയാണ് കഥകളിയിൽ നിന്ന് നാട്ടകഥയിൽ നിന്നുള്ള വേറെ ചോദ്യമാണ്. കഥാപാത്രങ്ങളാണ് ഇവിടെ വന്നിരിക്കുന്നത് അല്ലെ. രാവണ വിജയം, നളചരിതം, വിവാദകവച, കാലികേയവേദം, ധർമ്മീരവധം അല്ലെ. ഈ 4 ആട്ടക്കഥകളാണ്. അപ്പുറത്ത് 5 കഥാപാത്രങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ ഈ കഥാപാത്രങ്ങൾ ഏതൊക്കെ ഇതിനകത്ത് വന്നത് എന്ന് പറയുന്ന ഒരു സംഗതിയാണ് അല്ലെ. ഓപ്ഷൻ ബി എന്ന് പറയുമ്പോൾ ഈ പറയുന്നത് പോലെ രാവണ വിജയം നമുക്കറിയാവുന്നതുപോലെ മറ്റേ രംഭ ഒരു കഥാപാത്രമായിട്ട് വരുന്നുണ്ട്. പിന്നെ ഭീമൻ അല്ലെ. അപ്പൊ അങ്ങനെ തന്നെ ഭൈമി എന്ന് പറയുന്ന ഒരു സംഗതി ഓർത്താൽ മതി അല്ലെ. വിവാദ കവച കാലകേയ വധത്തിനകത്ത്
ഉർവശി. അതെ, അപ്പൊ അത് ഒരു തുടക്കത്തിൽ തന്നെ അല്ലെ ഉർവശിയുടെ ഒരു വലിയ എന്താ പറയാ ഉർവശി ശാപം ഉപകാരമായി എന്നൊക്കെ പറഞ്ഞാൽ ഈ പറയുന്ന ദേവലോകത്തേക്ക് അർജുനൻ പോകുന്നതും അല്ലെ അങ്ങനെയുള്ള ഉർവശി അർജുനുമായി രമിക്കണമെന്ന് ആഗ്രഹിക്കുന്നതും അർജുനൻ മാറുന്നു, അങ്ങനെയുള്ള ആ സന്ദർഭങ്ങളൊക്കെ ഓർമ്മയുണ്ടാവണം അല്ലെ. കൃമീരവധം അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പ്രധാനമായിട്ടും ഈ പറയുന്ന ഓപ്ഷനകത്ത് ഓർമ്മയുണ്ടാവും. ഓക്കെ, വ്യാകരണത്തിന് സന്ധിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അല്ലെ. പടക്കളത്തിലെ കകാരം ഇരട്ടിക്കും പടനിലത്തിലെ നകാരം ഇരട്ടിക്കുന്നില്ല എന്ന് പറയുന്ന ഒരു കാര്യത്തിന്റെ യുക്തി എന്താണ് എന്നുള്ളതാണ് അല്ലെ. ഡയറക്റ്റ് ആ ചോദ്യം ചോദിക്കാം, ഈ കാര്യ കാരണമില്ലാത്ത ചോദ്യം ചോദിച്ചാൽ നമ്മുടെ ഉത്തരം എന്താണ്? ഇരട്ടിക്കില്ല എന്നുള്ള കാര്യം ശരിയാണ് അല്ലെ, അതിനകത്ത് സംശയമില്ല അല്ല. നമുക്ക് പടനിലം എന്ന് നമ്മൾ പറയാറില്ല അല്ലെ. അതിന് പറയാത്തതിന്റെ കാരണം നമുക്കറിയാം, എന്താണത്? അത് തൽപുരുഷ തൽപുരുഷ സമാസം തന്നെയാണ് അല്ലെ. വിശേഷണങ്ങൾക്ക് ചേർച്ചയില്ലായ്മയില്ല. പക്ഷെ നമുക്കറിയാവുന്ന ഒരു കാര്യം എന്താണ്? വിശേഷണ വിശേഷങ്ങൾ പൂർവോത്തര പദങ്ങളായി ഇരട്ടിച്ചാൽ അല്ലെ, ഏതാണ് സമാസിച്ചാൽ ഇരട്ടിപ്പു എന്താണ്, ഏത് വർണ്ണം ഇരട്ടിക്കുന്നത്? ദൃഢവർണ്ണമാണ് ഇരട്ടിക്കുന്നത്. ഈ പറയുന്ന അനുനാസിക വർണ്ണം ദൃഢവർണ്ണമല്ല എന്നുള്ള ഒരു കാര്യം ഓർമ്മയുണ്ടാവും. അതെ അതെ, അവിടെ ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. അപ്പൊ നമ്മൾ അതിനകത്ത് ഡയറക്റ്റ് അത് പറഞ്ഞിട്ടില്ല, പക്ഷെ ഈ പറഞ്ഞ അനുനാസികം എന്ന് പറയുന്നത് ശിഥിലവർണ്ണമാണ് എന്ന് പറയുന്ന ഒരു ഓർമ്മ അവിടെ ഉണ്ടാവണം. കേരള ഭാഷാ വ്യാകരണം എന്ന പേരിൽ വ്യാകരണ ഗ്രന്ഥം എഴുതിയ രണ്ടുപേർ ആരൊക്കെയാണ് എന്നുള്ളതാണ് അല്ലെ. ആരൊക്കെയാണ്? പുസ്തകവും ഈ പറഞ്ഞ പോലെ കേരള ഭാഷാ വ്യാകരണം എന്നാണ്. പാച്ചുമുത്തന്റെ നമുക്ക് ആൾറെഡി അറിയാം. ഈ രണ്ട് കാലങ്ങളിലായിട്ട് ഉണ്ടായിട്ട് കേരളപാണ്ഡ്യാനന്തരം ഉണ്ടായിട്ടുള്ള ഇക്കാലത്ത് ഭാഷാശാസ്ത്രത്തിന്റെ കാഴ്ചപ്പാടോടുകൂടി ഭാഷാ ചരിത്ര സ്വഭാവം, ഭാഷാ പരിണാമ ചരിത്രം കൂടി ഉൾപ്പെടുത്തിയുള്ള ഒരു ഭാഷാ വ്യാകരണ കൃതിയാണ്. കുറച്ചുകൂടെ വലിയൊരു കൃതിയാണ് ഈ നമ്പൂതിരിയുടെ കേരള ഭാഷാ വ്യാകരണം എന്ന് പറഞ്ഞാൽ. പാച്ചുമുത്തനെ കുറിച്ച് നമുക്ക് വിശദമായിട്ട് അറിയാം അല്ലെ. തദ്ദേശീയ വ്യാകരണങ്ങളിൽ സംസ്കൃത വ്യാകരണ രീതിയിൽ ഈ പറയുന്ന എഴുതപ്പെട്ട ഒരു വ്യാകരണ കൃതിയാണെന്നുള്ള കാര്യം അല്ലെ. കാലക്രമമാണ് ഇവിടെയും വീണ്ടും നമ്മൾ വരുന്നത് അല്ലെ. ഈ പറയുന്ന മഹാകാവ്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണ്. ഓപ്ഷൻ അവിടെ എ ആണല്ലേ. കാരണം നമുക്കറിയാം ഈ അഴകത്ത് അല്ലെ പിന്നെ രാമചന്ദ്ര വിലാസമാണ് ആദ്യത്തെ ഒരു അല്ലെ. അഴകത്ത് പത്മനാഭക്കുറുപ്പിന്റെ 1907 അത് വരുന്നത് അല്ലെ. രുക്മാംഗത ചരിതാരുടെയാണ്? കേരളവർമ്മയുടെ 1914 അത് വരുന്നത് അല്ലെ. പിന്നെ വരുന്നൊരു കൃതി ഏതാണ്? 11 പിന്നെ ഉള്ളത് ഉമാകേരളമാണ്, ഉള്ളൂരിന്റെ കൃതിയാണ് അല്ലെ. കുറച്ചുകൂടെ ലേറ്റർ പീരീഡ് ആണ് കട്ടക്കത്തിൽ അറിയാൻ മാപ്പിളയുടെ ശ്രീ യേശു വിജയം അല്ലെ. 1926 അത് വരുന്നത് അല്ലെ. അപ്പൊ ആ ഒരു ക്രമം നമുക്ക് ഓർമ്മയുണ്ട. മഹാകാവ്യങ്ങളെ പ്രധാനപ്പെട്ട മഹാകാവ്യങ്ങളുടെ ഒരു ലിസ്റ്റും അതിന്റെ ആളുടെ പേരും അതിന്റെ ഒരു വർഷവും ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഏത് തരത്തിലുള്ള ചോദ്യങ്ങളും നമുക്ക് അതിനകത്ത് ഇതേപോലെ ചെയ്യാൻ പറ്റും. 6-7 മഹാകാവ്യങ്ങളുടെ പേര് മാത്രം, പ്രധാനപ്പെട്ട മഹാകാവ്യങ്ങളുടെ പേര് ഓർത്ത് വെച്ചാൽ മാത്രം മതി അല്ലെ. പ്രാസവാദവുമായി ബന്ധപ്പെട്ട് ഉള്ള വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ചോദ്യമാണ്, ആവർത്തിച്ചിട്ടൊരു ചോദ്യമാണ് അല്ലെ. അപ്പൊ അത് നമുക്ക് പ്രാസവാദത്തിനകത്ത് എടുത്തുള്ള നിലപാടുകൾ ഓർമ്മയുണ്ടാവണം. ഇവരൊക്കെയും അതിനകത്ത് നിലപാടെടുത്ത ആളുകളാണ്, പലതരത്തിൽ നിലപാടെടുത്ത ആളുകളാണ്. പക്ഷെ ഇവിടെ ആ ഒരു വരി പറയുന്നത് ഏത് വെൺമണി കവി കൊടുങ്ങല്ലൂർ കളരിയിൽപ്പെട്ട ആളും എഴുതാൻ പറ്റാവുന്ന ഒരു വരി ആയതുകൊണ്ട് തന്നെ അതിന്റെ ഓപ്ഷൻസ് ഒക്കെ അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് അല്ലെ. ഇത് ആരാണ്? കുഞ്ഞിക്കുട്ടൻ തമ്പുരാന്റെ പക്ഷം എന്ന് പറയുന്നത് ദ്വിയാക്ഷര പ്രാസവയ 2 പക്ഷങ്ങളുണ്ട് എന്ന് നമുക്കറിയാം അല്ലെ. അപ്പൊ അതിനകത്ത് പൊതുവെ കൊടുങ്ങല്ലൂർ കളരിക്കാർ ഈ പറഞ്ഞ കേരളവർമ്മയുടെ കൂടെയായിരുന്നു അല്ലെ. കേരളവർമ്മ വരി തമ്പുരാൻ, അതുപോലെ തന്നെ നടുവത്തച്ഛൻ നമ്പൂതിരി അല്ലെ, കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ തുടങ്ങിയവരൊക്കെ പ്രാസത്തെ അനുകൂലിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. AR രാജരാജവർമ്മ, അന്തപ്പായി അല്ലെങ്കിൽ പുന്നശ്ശേരി നമ്പി, അതുപോലെ തന്നെ വേറെ ആരാണ്? കേശവപിള്ള അല്ലെ. അങ്ങനെ കുറച്ച് അതെ അതെ, അങ്ങനെയുള്ള കുറച്ച് പേരാണ് ഇതിനെ എതിർത്തത് അല്ലെ. ഒരു മധ്യസ്ഥ നിലപാട് ചത്തുകുട്ടി മന്നാടിയെ പോലെയൊക്കെ എടുത്തു. അതിന്റെ ഒരു കുറിച്ച് ഒന്ന് ഓർമ്മയുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഇത്തരം എന്താ പറയുക ചോദ്യങ്ങൾ നമുക്ക് അഡ്രസ് ചെയ്യാൻ പറ്റും. അതിന്റെ ഭാഗമായിട്ട് തന്നെ വരുന്ന ഒരു സംഗതിയാണ് വെൺമണിയായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു ഏരിയയിലുള്ള ഒരു ഒരു പ്രീ റൊമാൻറ്റിക് ഘട്ടം എന്ന് പറയാവുന്ന ഒരു ഘട്ടത്തിലാണ് പച്ച മലയാള പ്രസ്ഥാനം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അതിനകത്ത് നമുക്കറിയാവുന്നത് പോലെ പ്രധാനമായിട്ടും ഈ പറയുന്ന കുഞ്ഞിക്കുട്ടൻ തമ്പുരാനും അതുപോലെ തന്നെ പിന്നെ വരുന്ന ഒരാള് കൊണ്ടൂർ നാരായണ മേനോനുമാണ് അല്ലെ പ്രധാനമായിട്ടും അല്ലെ. അപ്പൊ അതിനകത്ത് ഇദ്ദേഹത്തിന്റെ 4 ഭാഷാകാവ്യങ്ങൾ എന്ന് പറയുന്ന ഒരു കൃതി അല്ലെ, ഐ മീൻ ഒരു കലക്ഷൻ എന്ന് പറയുന്നത് അതിനകത്തുള്ള കാവ്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ള ഓർമ്മയുണ്ടാവണം അല്ലെ. അപ്പോ അതിന് മാറി നിൽക്കുന്ന അത് ഏതാണ്? ഒടിയാണ് അല്ലെ. ഒടി എഴുതിയത് ആരാണ്?
കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ അല്ലാതെ അദ്ദേഹം എഴുതിയിട്ടുള്ള ഈ പച്ചമലയാള അല്ലെങ്കിൽ നല്ല പച്ചമലയാള ഭാഷ. തുടക്കം എന്ന് പറയാവുന്ന ഒരു കൃതി നല്ല ഭാഷയാണ് എന്ന് ഓർമ്മയുണ്ടാവണം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള അതിനകത്ത് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കുറെ ആളുകൾ ഈ പറയുന്ന വെൺമണി സ്കൂളിൽപ്പെട്ട ചേലപ്പറമ്പ് അല്ലെ, അതുപോലെ ശിവുള്ളി അല്ലെ, കാത്തുല്യ മേനോൻ, അങ്ങനെയൊക്കെയുള്ള കൊണ്ടുവന്ന മേനോൻ, കൊട്ടാരത്തിൽ ശങ്കുണ്ണി എന്നൊക്കെ പറയുന്ന ഒരു വലിയ നിര ആ ഒരു ഗ്രൂപ്പിൽ വരുന്നുണ്ട് എന്ന് പറയുന്നത് അല്ലെ. അതുപോലെ പച്ച മലയാളവുമായി ബന്ധപ്പെട്ട് നിഘണ്ടു വന്നിട്ടുണ്ട് അല്ലെ, പച്ച മലയാള നിഘണ്ടു എന്ന് പറയുന്നത് എല്ലാവരും തയ്യാറാക്കിയത്. അതെ അതെ, അത് ഓർമ്മയുണ്ടാവണം അല്ലെ. പിന്നെ ആരൊക്കെ തമ്മിലാണ് ഈ ഒരു സംവാദം ഉണ്ടായത് എന്നൊരു പച്ച മലയാളത്തിൽ കവിത എഴുതാൻ അല്ലെ. അതെ, CP അച്യുതമേനോനും അല്ലെ, അതുപോലെ മറ്റേ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനും തമ്മിലുള്ള ഒരു ഇതിന്റെ പേരിലാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ചില ഓർമ്മകൾ ഐ മീൻ നമുക്ക് ഓർമ്മയുണ്ടാവണം അല്ലെ. ശക്തൻ തമ്പുരാൻ എന്ന് പറയുന്ന ഒരു പച്ച മലയാള കാവം അല്ലെ, അതാരെഴുതിയതാ? നമ്മുടെ ഓപ്ഷനിൽ വരാത്തൊരു സംഗതിയാണ്. അപ്പൊ അത് ഓർമ്മയുണ്ടാവും. ഓക്കെ, ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് എന്താ പറയാ ഒരു തെറ്റിലേക്ക് നയിക്കാൻ കഴിയാവുന്നതല്ലേ പ്രേം എന്തായാലും. പക്ഷെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ അത് മനസ്സിലാക്കാൻ കഴിയും. അത് ഈ പറഞ്ഞ പ്രേമസംഗീതം അല്ല എന്ന് നമുക്ക് പറയാം അല്ലെ. എല്ലാം ഉള്ളൂരിന്റെ കൃതികൾ തന്നെ അവിടെ വന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ അത് ഉള്ളൂരിന്റെ തന്നെ ഭക്തിദീപിക്ക് വേറൊരു പേരും കൂടി ഉണ്ടല്ലോ, ചാത്തന്റെ സദ്ഗതി എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ആരുടെ ഒരു കഥയുമായി ബന്ധപ്പെട്ടാണ് കുറെ കാര്യങ്ങൾ. അതെ അതെ അതെ, ശങ്കര വിജയവുമായി ബന്ധപ്പെട്ടൊരു സംഗതിയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അല്ലെ. അതൊരു അതിന്റെ ഒരു കഥ സംഗ്രഹിച്ചിട്ടാണ് ഈ കവിത ഉണ്ടായിട്ടുള്ള അത്തരം ചില കാര്യങ്ങളൊക്കെ അതിനകത്ത് ഓർമ്മയുണ്ടാവണം അല്ലെ. ഓക്കെ, വള്ളത്തോൾ പത്രാധിപത്യം വഹിച്ചിരുന്ന മാസിക ഏത് എന്നുള്ളതാണ്? കേരളോദയമാണ് അല്ലെ. അദ്ദേഹം അധികാലം അങ്ങനെ മാസികയിൽ അല്ലെങ്കിൽ അങ്ങനെ പ്രധാനപ്പെട്ട മാസികകളുടെ ഒന്നും ആളായിരുന്നില്ല എന്നുള്ളതാണ്. കേരളോദയം ഒരു കേരള സഞ്ചാരി, ഭാഷാഭൂഷണി, മലയാളി അല്ലെ, പ്രധാനപ്പെട്ട മറ്റ് മാസികകളാണ് അല്ലെ. വള്ളത്തോള് രാമാനുജൻ എന്ന് പറയുന്ന ഒരു മാസിക അല്ലെ, ആത്മഭൂഷണി എന്നൊക്കെ പറയുന്ന അല്ലെ. അപ്പൊ ചിലപ്പോൾ അതിന്റെ ഓപ്ഷൻസുമാർ ആത്മഭൂഷണിയാവും അല്ലെ. അപ്പൊ അങ്ങനെ അങ്ങനെ ചില പത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കേരളോദയത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഒരു കേരളോദയം അച്ചുകൂടം എന്ന് പറയുന്ന ഒരു അച്ചുകൂടം അല്ലെ, മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യ മാസിക. ഏതാണ് ആദ്യത്തെ സാഹിത്യ മാസിക? 1881 വിദ്യാവിലാസിനി ആദ്യ സാഹിത്യ മാസികയാണ്. അത് ഈ അച്ചുകൂടത്തിൽ നിന്നാണ് പ്രസിദ്ധീകരിച്ചിരുന്നത് അല്ലെ. ഈ പറയുന്ന കേരളോദയം എന്ന് പറയുന്ന സാധനം അതൊരു മാസികയല്ല അല്ലെ. അത് കേരളോദയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളോദയം എന്ന് പറയുന്ന കേരളോദയം എന്ന് പറഞ്ഞൊരു മാസികയല്ലാതെ വേറൊരു കേരളോദയം പെട്ടെന്ന് കൊണ്ട് നമുക്ക് ഒരു മഹാകാവ്യുണ്ട് എഴുത്തച്ഛന്റെ പ്രസിദ്ധമായിട്ടുള്ള ഒരു മഹാകാവ്യം അല്ലെ. ആ മഹാകാവ്യം മലയാളമാണോ? അല്ല, സംസ്കൃതം അല്ലെ. സംസ്കൃതത്തിലുള്ള മഹാകാവ്യാണ്. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയിട്ടുള്ള അത്തരം ചില കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടാവണം. പിന്നെ മലയാളി എന്ന് പറഞ്ഞതിനകത്തുള്ള ഒരു ഓപ്ഷൻ അല്ലെ, ഈ പറഞ്ഞ പോലെ ഈ രാമൻപിള്ള ആശാൻ എന്ന് പറയുന്ന ആള് തിരുവനന്തപുരത്ത് തുടങ്ങിയ ഒരു മാസികയാണ് മലയാളി എന്ന് പറയുന്ന മാസിക അല്ലെ. വേങ്ങേൽ കുഞ്ഞിരാമന്റെ മാസികയാണ് ഈ പറഞ്ഞ കേരള സഞ്ചാരി എന്ന് പറയുന്ന ഒരു മാസിക അല്ലെ. ഭാഷാഭൂഷണി നമുക്കറിയാവുന്നത് തന്നെയാണ്. 1992 അല്ലെ ഈ പറയുന്ന ഇതിനു ശേഷം വന്നിട്ട് ഒരു പ്രധാനപ്പെട്ട സാഹിത്യ മാസികയാണ് എന്ന് അറിയാം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള അതുമായി ബന്ധപ്പെട്ട് ആ കാലഘട്ടങ്ങളിലെ പ്രധാനപ്പെട്ട ആനുകാലികങ്ങൾ മാസികകളുടെ ഒക്കെ പേരുകളൊന്ന് ഓർത്തുവെക്കുക അല്ലെ. യുഗപരിവർത്തനം എന്ന പേരിൽ കവിത എഴുതിയ കവികൾ ആരൊക്കെയാണ്? നമുക്ക് ഉത്തരം എല്ലാവർക്കും പെട്ടെന്ന് എഴുതിയിട്ടുള്ള. മാത്രമല്ല യുഗപരിവർത്തനത്തിന്റെ കവി എന്ന് വിളിക്കുന്നത് ആരെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഏതാണ്? എല്ലാവരും വിശ്വസിക്കുന്നത് വൈലോപ്പിള്ളിക്കാണ്. അപ്പൊ അതും അപ്പൊ അങ്ങനെയുള്ള കാര്യവും ഓർമ്മയുണ്ടാവണം. ഓക്കെ, പുടവയ്ക്ക് തീ പിടിച്ച അല്ലെ പുടവയ്ക്ക് പിടിച്ച തീ ചുഴന്നുടൽ കത്തുന്നൊരു ബാല പോലെ ഉള്ള വരികട്ടത്തിന് നമുക്ക് ഏത്? സീതയാണ് വാരണാശനമത്. അതിന്റെ ഡിക്ഷൻ കണ്ടാൽ തന്നെ നമുക്ക് ഈ പറയുന്നത് പോലെ അല്ലെ അത് ഏത് സന്ദർഭത്തിലാണ് അല്ലെ ഈ അയോധ്യയിലേക്ക് അത് പോകാനുള്ള ഒരു സന്ദേശം ഉടനെത്തുമെന്ന് പ്രതീക്ഷിക്കുന്ന ആ സമയത്ത് ഉണ്ടാവുന്ന അവിടെയാണ് അവൾ ഈ ഉടജാന്തവാടി അല്ലെ ഈ പറയുന്ന ഒരു ഇതൊക്കെ നിൽക്കുന്ന ആ ഒരു സന്ദർഭം ഒക്കെ ഓർമ്മയുണ്ടാവണം. ആ ഒരു പെട്ടെന്ന് ബാല പോലെ അവൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അത് ആശാനിലേക്ക് നമുക്ക് എത്താൻ പറ്റും. വളരെ എളുപ്പം നമുക്ക് അത് ട്രാക്ക് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ അല്ലെ. ഇത് നമ്മുടെ അനുഷ്ഠാന കലകളെയും അല്ലെങ്കിൽ ഇവരുടെ ഫോക്ലോർ അല്ലെങ്കിൽ ആദ്യകാല അത്തരം പഠനങ്ങളൊക്കെ ഉള്ള ഒരു സംഗതിയാണ്. പ്രധാനപ്പെട്ട ചില പഠനങ്ങൾ ആദ്യകാലത്ത് നല്ല പിൽക്കാലത്തെ പഠനങ്ങളും ഉണ്ട്. എങ്കിലും ഈ പറയുന്ന ഫോക്ലോറുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ചോദ്യമാണ് പ്രധാനപ്പെട്ട. ഓപ്ഷൻ ബി ആണോ ഡി ആണോ? കേരളത്തിലെ നാടോടി നാടകങ്ങൾ എന്ന് പറയുന്നത് കേരളത്തിലെ നാടോടി നാടകങ്ങൾ
അതെ അതെ. ഓക്കെ, അപ്പൊ ഓപ്ഷൻ ബി അല്ലല്ലോ. ഡി ആണ് പക്ഷെ പറഞ്ഞ ലാസ്റ്റ് ശരിയാണ്, ഓപ്ഷൻ ഡി ആണ് അല്ലെ. അപ്പൊ ഈ പറയുന്ന പ്രധാനപ്പെട്ട ആളുകളെ ഇപ്പൊ കേരളത്തിലെ നടനകല വളരെ പ്രധാനപ്പെട്ട ഒരു വർക്കാണ്. അധികാര തുടക്കത്തിന് ശ്രദ്ധിക്കട്ടെ, ആരെഴുതിയതാണ്? വി എം കുട്ടിക്കൃഷ്ണ മേനോൻ. അപ്പോ ഈ പറയുന്ന അദ്ദേഹം ഒരു വൈദ്യശാസ്ത്ര ഒരു വൈജ്ഞാനിക സാഹിത്യത്തിനകത്ത് വലിയ സംഭാവന അപ്പത്തമ്പുരാനെ കുറിച്ചുള്ള പുസ്തകം എഴുതിയിട്ടുണ്ട്. പക്ഷെ ഒരു ഫോക്ലോർ പണ്ഡിതൻ കൂടി അല്ല, മറ്റേ ഫോക്ലോർ മേഖലയിൽ ചെയ്തിട്ടുള്ള ഒരു വർക്ക് എന്ന രീതിയിലാണ് ഈ പറയുന്നത് അല്ലെ. കേരളത്തിലെ നടനകല എന്ന് പറയുന്ന സാധനം അല്ലെ. ചേലാട്ടച്യുത മേനോന്റെ പ്രത്യേകത എന്താണ്? കേരളത്തിലെ ആദ്യകാലത്തെ ഒരു ഫോക്ലോർ എന്നുള്ളതാണ് അല്ലെ. നമുക്ക് ലഭിച്ച ആദ്യം PhD-യിലൊന്നും അല്ലെ, ഒരു വിദേശ സർവകലാശാലയിൽ നിന്ന് അദ്ദേഹത്തിന് ഒരു PhD കിട്ടുന്നില്ല. 1938 അദ്ദേഹത്തിന്റെ ഒരു PhD അദ്ദേഹത്തിന് കിട്ടുന്നു അല്ലെ. പിന്നെ കേരളത്തിലെ കാളിസേവ അല്ലെ, അല്ലെ. പിന്നെ അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ PhD പ്രബന്ധം ഏതാണ്? എഴുത്തച്ഛൻ ആൻഡ് ഹിസ് ഏജ്. അതെ അതെ, എഴുത്തച്ഛനും അദ്ദേഹത്തിന്റെ കാലവും പോലെ സാധനമല്ല. പിന്നെ അവർ വളരെ പ്രസിദ്ധമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഫൊക്ലോറുമായി ബന്ധപ്പെട്ട ഒരു സംഗതി കൂടിയുണ്ട് അല്ലെ. ഏതാണ്? ബാലറ്റ്സ് ഓഫ് നോർത്ത് മലബാർ എന്ന് പറയുന്ന ബാലറ്റുകൾ എന്നതിനെ വിളിച്ചിട്ട് അല്ലെ, എങ്ങനെയാണ് അത് ഒരു ബാലറ്റുകൾ എന്ന് പറയുന്ന സംഗതിയിലേക്ക് അത് വരുന്നത് അല്ലെ. അപ്പൊ അത് ഓർമ്മയുണ്ടാവണം. SK നായരും ഇതുപോലെ മദ്രാസ് യൂണിവേഴ്സിറ്റി തലവനായിരുന്ന ഒരാളാണ്. അദ്ദേഹം ഈ പറഞ്ഞ കമ്പരാമായണം എന്നുള്ളതിലേക്ക് വിവർത്തനം ചെയ്ത ഒരാളാണ് അല്ലെ. അപ്പൊ അദ്ദേഹത്തിന്റെ അതുപോലെ ഒരുപാട് ഭക്തി ഗാനങ്ങളൊക്കെ എഴുതിയ ഒരാളാണല്ലേ. അപ്പൊ അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ഈ ഇതിനകത്ത് വന്നിരുന്ന MR രാഘവാരിയെ കുറിച്ച് നമുക്ക് പറയാം. വടക്കൻ പാട്ടുകളുടെ പണിയാല എന്ന് പറയുന്നൊരു സാധനം അല്ലെ. അപ്പൊ അതിനകത്ത് ഈ പറയുന്ന പ്രത്യേക സിദ്ധാന്തം ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം അല്ലെ, കെട്ടുമുറ സിദ്ധാന്തം എന്ന് പറയുന്ന സിദ്ധാന്തം ഉപയോഗിച്ചുകൊണ്ട് വടക്കൻ പാട്ടുകളെ പഠിക്കാൻ ഒരു ശീലുകൾ എന്നൊക്കെ പറഞ്ഞ ചില കോൺസെപ്റ്റുകളൊക്കെ കൊണ്ടുവരുന്ന അതിനകത്താണ്. അപ്പൊ അങ്ങനെയുള്ള ചില ചോദ്യങ്ങളും അതിനകത്ത് ബന്ധപ്പെടുത്തി വരാം. ഓക്കെ, വടക്കൻ പാട്ട് പഠനങ്ങളിൽ തന്നെ ഈ പറയുന്ന വിഷ്ണു നമ്പൂതിരി ഒക്കെ അടങ്ങുന്ന അവരുടെ ആ ഒരു ടീമിനകത്തുള്ള ആളുകൾ വെച്ച് ഏതൊക്കെ കൃതികൾ എന്നുള്ള ചോദ്യവും പ്രതീക്ഷിക്കാവുന്നതാണ് അല്ലെ. കവിയച്ഛൻ, കളിയച്ഛൻ എന്നീ കവിതകൾ എഴുതിയത് ആരാണ് എന്നാണ്? കവിയച്ഛൻ വൈലോപ്പിള്ളി, കളിയച്ഛൻ P കുഞ്ഞിരാമൻ നായർ. അതെ, വൈലോപ്പിള്ളി, ഈ കവിയച്ഛൻ, കളിയച്ഛൻ നമുക്ക് എല്ലാവർക്കും അറിയാം. കവിയച്ഛൻ എന്നത് കൊണ്ട് ആരെയാണ് ഉദ്ദേശിക്കുന്നത്? നടുവത്തച്ഛൻ. അതെ, നടുവത്തച്ഛൻ നമ്പൂതിരിയാണ്. മകരക്കൊയ്ത്ത് എന്ന് പറഞ്ഞ കലക്ഷനകത്ത് അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു കവിതയാണ് കവിയച്ഛൻ എന്ന് പറയുന്ന ഒരു കവിത. ഓക്കെ, അപ്പൊ അത് ഓർമ്മയുണ്ടാവണം. ബാലാമണിയമ്മയുമായി ബന്ധപ്പെട്ട് നമുക്ക് തെറ്റാവുന്ന ഒരു ചോദ്യമാണ് അതല്ലേ. കാരണം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതി നമുക്കറിയാവുന്ന പോലെ വല്ല മഴുവിന്റെ കഥയാണ് നമ്മൾ എപ്പോഴും ഡിസ്കസ് ചെയ്യുന്ന ഒരു കൃതി എന്ന് പറയുന്നത് അല്ലെ. പക്ഷേ ഈ ചോദ്യത്തിന് ഉത്തരം മഴുവിന്റെ കഥയല്ല അല്ലെ, മുത്തശ്ശിയാണ് എന്നുള്ളത് അല്ലെ. കേരള സാഹിത്യ അക്കാദമി അവാർഡ് അല്ലെ 64 അല്ലെ 62 പ്രസിദ്ധീകരിക്കുന്നത്. 65 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ കൃതി മുത്തശ്ശിയാണ് അല്ലെ. അപ്പൊ അത് ഓർമ്മിക്കണം. അയ്യപ്പ പണിക്കരുടേതല്ലാത്ത കവിത ഏത് എന്നാണ്? എന്നെയും മറന്നു കയറ്റം അല്ലെ. അത് സച്ചിദാനന്ദന്റെ അല്ലെ 90-കളിൽ സച്ചിദാനന്ദൻ എഴുതിയ വളരെ പ്രസിദ്ധമായ ഒരു കവിതയാണ് കയറ്റം എന്ന് പറയുന്ന കവിത. ഓക്കെ, ചിന്താരത്നത്തിന് സംശോധിത സംസ്കരണം തയ്യാറാക്കിയത് ആരാണ് എന്നുള്ളതാണ്? ഡോക്ടർ പി കെ നമ്മൾ എപ്പോഴും മാറുന്ന സാഹിത്യ പഞ്ചാനന്ദൻ PK നാരായണപിള്ളയും അതുപോലെ തന്നെ ഈ പറയുന്നത് പോലെ എന്താ പറയാ ഡോക്ടർ PK നാരായണപിള്ളയും തമ്മിൽ അത് ഓർമ്മയുണ്ടാവണം. അതോടൊപ്പം തന്നെ ഈ പറയുന്ന ചിന്താരത്നം അല്ലെ എഴുത്തച്ഛനാണോ അല്ലേ തുടങ്ങിയ ചില സംശയങ്ങളല്ലേ. അപ്പൊ അതിന്റെ ഈ കേരള സർവകലാശാല മലയാള വിഭാഗം പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഒരു സംഗതിയാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രസിദ്ധമായ കൃതി ഏതാണ്? ഭാഷാപരിമളം. ഭാഷാപരിമളം ഉണ്ട്. ഇതുപോലെ കൈരളി അല്ലെ, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കൈരളി ധ്വനി അല്ലെ. കൈരളി ധ്വനി അദ്ദേഹത്തിന് വളരെ പ്രസിദ്ധമായിട്ടുള്ള അല്ലെ. ധ്വന്യാലോകത്തിന്റെ മലയാളത്തിൽ ലഭിച്ചിട്ടുള്ള ഏറ്റവും നല്ല ഒരു അവതരണമാണ് കൈരളി ധ്വനി എന്ന് പറയുന്ന അല്ലെ. കൈരളി ധ്വനി എന്ന് പറയുന്ന ഒരു കൃതി ധ്വന്യാലോകത്തിലെ ആശയങ്ങളാണ് പ്രധാനമായിട്ട് കൊണ്ടുവരുന്നത്. ധ്വനിയെ കേന്ദ്രീകരിച്ച് മലയാളത്തിലുണ്ടായ ഏറ്റവും ബൃഹത്തായ ഒരു സംഗതിയാണ്. അതിനകത്ത് ഏറ്റവും കൂടുതൽ ഉദാഹരണ പദ്യങ്ങൾ ആരുടേതാണ്? വള്ളത്തോളിൻ്റെതാണ് അല്ലെ. കാരണം വള്ളത്തോളാണ് ആശാനേക്കാൾ മികച്ച കവി എന്ന് തെളിയിക്കുക എന്നുള്ള ലക്ഷ്യം കൂടി അതിന്റെ പിറകിലുണ്ടായിരുന്നു എന്ന് പറയാറുണ്ട്. അതുകൊണ്ട് വള്ളത്തോളിന്റെ കവിതകളിൽ നിന്നാണ് കൂടുതലായിട്ട് ഉദാഹരണങ്ങൾ വരുന്നത്. ജി ശങ്കരക്കുറുപ്പിന്റെ ജ്ഞാനപീഠം അല്ലെ, അവാർഡുകളുമായി ബന്ധപ്പെട്ട വയലാർ അവാർഡ് ജ്ഞാനപീഠം അല്ലെ. ആ ജ്ഞാനപീഠം തുടങ്ങുന്ന ഒരു ഘട്ടമാണ് നമുക്കറിയില്ല. ജി ശങ്കരക്കുറുപ്പിന് അത് തുടങ്ങുന്നത് അല്ലെ, മലയാളത്തിനാണ് അത് കിട്ടുന്നത് അല്ലെ. പിന്നീട് അതിന് തൊട്ട് പിറകെ താരശങ്കർ അല്ലെ, ഉമാശങ്കർ ജോഷി അല്ലെ, അങ്ങനെ വരുന്നുണ്ട്. ഇതുകൂടാതെ തന്നെ മലയാളത്തിലെ മറ്റ് ജ്ഞാനപീഠ ജേതാക്കൾ ആരൊക്കെയാണ്, അവർക്ക് കിട്ടിയ വർഷം ഏതൊക്കെയാണ്, അങ്ങനെയുള്ള ഓർമ്മകൾ ഉണ്ടാവണം അല്ലെ. പിന്നീട് നമുക്ക് കിട്ടുന്ന ഒരു പ്രധാനപ്പെട്ടത് ആർക്കാണ്? SK പൊറ്റക്കാടിനാണ് അല്ലെ. ഏത് വർഷം? 1980. അത് 1980 SK പൊറ്റക്കാടിന് കിട്ടുന്നുണ്ട്. തകഴി ശിവശങ്കര പിള്ളയ്ക്ക് 84.
4 കിട്ടുന്നുണ്ട്. MT വാസുദേവൻ നായരുടെ പിന്നെ അല്ലെ 95. 2005 അല്ലെ ONV കുറുപ്പിന് അല്ലെ 2007 കിട്ടുന്നത് അല്ലെ. പിന്നെ മരണാനന്തരം എന്ന് പറയാവുന്ന രീതിയിൽ അല്ലെ 2019 അന്തരല്ല അതിന്റെ പോയിന്റ്. ഓക്കെ, ഒ വിജയന്റേതല്ലാത്ത രചന പെരുമഴയുടെ പിറ്റേന്ന്. പെരുമഴയുടെ പിറ്റേന്ന് എന്ന് പറയുന്ന അല്ലെ, ഡിക്ഷൻ കൊണ്ട് നമുക്ക് പെട്ടെന്ന് തെറ്റാവുന്ന സംഗതിയാണ്. അത് ആരുടെ കഥയാണ്? അതെ, MT വാസുദേവൻ നായരുടെ വളരെ പ്രസിദ്ധമായിട്ടൊരു കഥയാണ് അല്ലെ. ഒരച്ഛനും മകനും തമ്മിലൊരു ബന്ധത്തെ ഒരു ആധുനിക നാഗരിക ജീവിതത്തിനകത്ത് ഉണ്ടാവുന്ന ചില എന്താ പറയാ ഒരു ആത്മബന്ധങ്ങൾക്കുണ്ടാവുന്ന വിള്ളലുകളും അല്ലെ അങ്ങനെയൊക്കെ വരുന്ന ഒരു കഥയാണ് പെരുമഴയുടെ പിറ്റേന്ന് എന്ന് പറയുന്ന കഥ. CV രാമൻപിള്ളയുടെ പ്രേമാമൃതത്തെ ഉദാത്തമായ സർഗശക്തിയുടെ ഉദാസീനമായ ദുർവയം എന്ന് വിശേഷിപ്പിച്ച നിരൂപകൻ ആരാണ് എന്നാണ്? ഭാസ്കരൻ നായർ. എസ് ഗുപ്തൻ നായരാണ്. ഗുപ്തൻ നായർ. എസ് ഗുപ്തൻ നായർ പറയുന്നല്ലേ. അപ്പൊ ആ രീതിയിൽ പല ആളുകൾ അതിനെ കുറിച്ച് പറയുന്നുണ്ടല്ലേ, ഈ പറയുന്നത് പോലെ അത് ഒരു ദയനീയ പരാജയമാണെന്ന് അല്ലെ. നോവൽ സാഹിത്യത്തിന് തുടക്കത്തിൽ തന്നെ MP പോൾ അത് അങ്ങനെ പറയുന്നു അല്ലെ. ഗുപ്തനായരുടെ പ്രധാനപ്പെട്ട വർക്കുകൾ അല്ലെ, ഈ ഇസങ്ങൾക്ക് അപ്പുറം എന്ന് പറയുന്ന അല്ലെ, അതുപോലെ ആധുനിക സാഹിത്യത്തോടുള്ള അദ്ദേഹത്തിന്റെ വളരെ എന്താ പറയുക നിശ്ചിതമായ വിമർശനം, ചങ്ങമ്പുഴയെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ കുറെ പഠനങ്ങൾ അല്ലെ, ചങ്ങമ്പുഴ കവിയും മനുഷ്യനും പോലുള്ള അല്ലെ, പിന്നെ ഒരുപാട് കൃതികൾ അദ്ദേഹത്തിൻ്റെതായിട്ട് അല്ലെ, ഏറ്റവും നമ്പർ ഏറ്റവും കൂടുതൽ വിമർശന കൃതികൾ എഴുതിയ ഒരാൾ കൂടിയാണ് എസ് ഗുപ്തൻ നായർ. ഓക്കെ, ഏറ്റവും പുതിയ ആധുനികാനന്തര കവിതയ്ക്കകത്തുള്ള ചില പ്രധാനപ്പെട്ട കവിതകൾ ഞാൻ പറഞ്ഞ ഒന്നാം നിരയുടെ ഒരു തത്വം, അതിനകത്ത് ഒരാൾ പിന്നീട് വന്ന ഒരാൾ കൂടിയാണ് അല്ലെ. അപ്പൊ അത് ഈ പറയുന്ന പി രാമൻ അല്ലെ, പി രാമന്റെ കവിത സമാഹാരത്തിൽ ആദ്യ കവിതാ സമാഹാരം എന്ന് പറയുന്നത് ഏതാണ്? കനം ആണ് അല്ലെ. കനമാണ് പി രാമന്റെ ആദ്യ കവിതാ സമാഹാരം അല്ലെ. പിന്നെ അനിതാ തമ്പി മുറ്റമടിക്കുമ്പോൾ നമ്മൾ ചോദിച്ചിട്ടുണ്ട് അല്ലെ. എസ് ജോസഫിന്റെ പുസ്തകത്തിന്റെ പറയുന്നത് അല്ലെ. MS ബനീഷ് ആയിരിക്കും ചിലപ്പോൾ നമുക്ക് സംശയം ഉണ്ടാവും അല്ലെ. അപ്പൊ അത് അല്ല, നെഞ്ചും വിരിച്ച് റഫീഖ് അഹമ്മദിന്റെ ഒരു കളക്ഷനാണ് അല്ലെ. ശിവാമി കുറച്ചുകൂടെ നമുക്ക് ഫെമിലിയർ ആവും. ഓക്കെ, അപ്പൊ അങ്ങനെ അത് വെച്ചുകൊണ്ട് നമുക്കത് മറ്റൊരു ഓപ്ഷനെ കണ്ടുപിടിക്കുക എന്നുള്ള രീതിയിലാണ്. സാഹിത്യഭൂഷണം, കാവ്യ ജീവിതവൃത്തി, കൈരളി ധ്വനി ഈ ഗണത്തിൽ പെടുത്താവുന്ന മറ്റൊരു കൃതി ഏത് എന്നുള്ളതാണ്. അത് അനലിറ്റിക്കൽ സ്വഭാവത്തിന്റെ ഒരു ചോദ്യമാണ് അല്ലെ. ഏതാണ് ഈ സാഹിത്യഭൂഷണം ധ്വനിയും തമ്മിലൊരു ബന്ധം എന്താണ്? അവ തമ്മിലൊരു ബന്ധം എന്ന് പറയുന്നത് അത് മൂന്നും കാവ്യലക്ഷണവുമായി ബന്ധപ്പെട്ട് കവിതയുമായി ബന്ധപ്പെട്ട സൗന്ദര്യശാസ്ത്ര കൃതിയാണ് എന്നുള്ളതാണ്. സൗന്ദര്യശാസ്ത്രവുമായി ബന്ധപ്പെട്ട കൃതിയാണ് അല്ലെ. ഇത് അങ്ങനെ നോക്കുമ്പോൾ ഇതിലേതാണ് അതെ, കവിതാധ്വനി എന്ന് പറയുന്നത് എം ലീലാവതിയുടെ കൃതിയാണ് അല്ലെ. എം ലീലാവതി നടത്തുന്ന മലയാളത്തിലെ മറ്റേ എന്താ പറയാ ഒരു നാറ്റാണ്ട് കാല കവിതയെ കുറിച്ച് ഓരോരോ കവികളെയും കവിതയെ കുറിച്ചുള്ള ഒരു പഠനമാണ്. കവിതകളുടെ പഠനമാണ് ഈ പറയുന്ന എന്താ പറയാ കവിതാ പഠനം എന്ന് പറയുന്നത്. കവിതാധ്വനി എന്ന് പറയുന്ന ഒരു സാധനം അല്ലെ. കവനഭൂമി ഒരു മാസികയാണെന്ന് നമുക്കറിയാം അല്ലെ. അതുപോലെ തന്നെ കുമാരനാശാന്റെ ഒരു എന്താ പറയാ ജീവചരിത്രമാണ് ജയം കാവ്യ ജീവിതം. ആരുടെ എഴുതിയതാണ്? MK സാനുവാണ് അല്ലെ. അപ്പൊ അതൊരു ഒരു ജീവചരിത്രമാണ് അല്ലെ. അപ്പൊ അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് കാവ്യപീഠികയാണ് അല്ലെ. മംഗളോദയം അല്ലെ പുറത്തിറങ്ങിയിട്ടില്ല. ആര് എഴുതിയതാണത്? അതെ, ജോസഫ് മുണ്ടശ്ശേരി. കാവ്യകല എന്ന് പറയുന്ന സാധനം സാഹിത്യകല എന്താണ്, പ്രതിഭ എന്താണ്, സൗന്ദര്യം എന്താണ്, രസം എന്താണ്? കാരണം അല്ലെ ഈ മുണ്ടശ്ശേരിയുടെ പൗരസ്ത്യ സാഹിത്യ മീമാംസയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട വർക്കായിട്ടാണ് കാവ്യപീഠികയെ നമ്മൾ പറയാം അല്ലെ. അപ്പൊ ഈ മറ്റു മൂന്നും ഈ പൗരസ്ത്യ കാവ്യ മീമാംസയുമായി ബന്ധപ്പെട്ട കൃതികളാണ് അല്ലെ. സാഹിത്യഭൂഷണം ആരുടേതാണ്? പ്രവാളത്തിലെ പ്രതിപാദ്യം ഇത് എല്ലാവർക്കും അറിയാവുന്ന ഓക്കെ. കഥകളിയുമായി ബന്ധപ്പെട്ട കഥകളി വിജ്ഞാനകോശങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ കഥകളി എന്ന് പറഞ്ഞാൽ കഥകളിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചില പണ്ഡിതന്മാരുടെ പേരാണ് അപ്പുറത്ത് അല്ലെ. അതോടൊപ്പം തന്നെ കഥകളിയുമായി ബന്ധപ്പെട്ട ഒരു പുസ്തകങ്ങളാണ് അല്ലെ. അല്ലെങ്കിൽ കഥകളി രംഗം ആരുടെ ഇതിനകത്ത് ഓപ്ഷൻ ഏതാണെന്ന് പറയാമോ? ഓപ്ഷൻ സി ആണോ മാഷെ? ഓപ്ഷൻ സി ആണല്ലേ. കാരണം കഥകളി രംഗം എന്ന് പറയുന്നത് ആരുടേതാണ്? KPS അതെ, KPS മേനോന്റേതാണ് അല്ലെ. അദ്ദേഹം
ഒരു ഒരു എന്താ പറയാ IAS ഉദ്യോഗസ്ഥനായിരുന്നു അല്ലെ. നളചരിത്രത്തിന് ആട്ടപ്രകാരം എഴുതിയ ആളാണ് അല്ലെ. അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ഓർമ്മ അല്ലെ. കഥകളി വിജ്ഞാനകോശം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഗതിയാണ്. നമ്മുടെ ഏറ്റവും അറിയാവുന്ന ഒരു ഉത്തരം ഏതിൽ കിടക്കുന്നത് ആദ്യം അങ്ങ് നോക്കുക, എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ മാച്ചിങ് ആണോ നോക്കുക. അപ്പൊ 2 കിട്ടിയാൽ നമുക്ക് കൃത്യമായിട്ട് അത് ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ലാസ്റ്റത്തെ മാത്രമേ ബാക്കി എല്ലാ ഓപ്ഷനും. അതെ അതെ. അപ്പൊ അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു മറ്റേ കഥകളി മഞ്ജരി എന്ന് പറയുന്നത് അല്ലെ. കഥകളി മഞ്ജരി ആരുടേതാണ്? SK നായർ. പിന്നെ അതുപോലെ തന്നെ കഥകളിയും സാഹിത്യവും എന്ന് പറയുന്നത് അല്ലെ, മാധവൻ നായർ അല്ലെ. പിന്നെ ഈ പറയുന്ന പല മേഖലയിലും കുഞ്ചൻ നമ്പ്യാരെ കുറിച്ചൊക്കെ പുസ്തകം എഴുതിയിട്ടുള്ള ഒരാളാണ്. രുക്മാങ്കര ചരിത്രത്തെ കുറിച്ച് പുസ്തകം എഴുതിയിട്ടുള്ള ആളാണ് അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള എന്താ പറയാ അധികം അറിയപ്പെടാത്ത ഒരാളാണ് എന്നുള്ള ഒരു കാര്യം ഓർമ്മയുണ്ടാവും. ഓക്കെ. MH ശാസ്ത്രികൾ ആരാ? നളചരിത്രത്തിന്റെ വളരെ പ്രസിദ്ധമായ വ്യാഖ്യാനങ്ങളുണ്ട്. അപ്പൊ അവിടെയൊക്കെയാണ് പന്മന അടക്കമുള്ളവരുടെ വ്യാഖ്യാനങ്ങൾ. അതിന് ചില പേരുകളുണ്ട് അല്ലെ. ദീപിക എന്നൊക്കെ പറഞ്ഞ പല പേരുകളുണ്ട്. ആ ഒരു വ്യാഖ്യാനങ്ങൾ, പ്രധാനപ്പെട്ട 4-5 വ്യാഖ്യാനങ്ങളുടെ പേരുകളും ഒക്കെ നമുക്ക് ഓർമ്മയുണ്ടാവണം അല്ലെ. അത് ദേശമംഗലത്തിന്റെ അടക്കമുള്ള വ്യാഖ്യാനങ്ങളുടെ പേരുകൾ അല്ലെ. ഗാന്ധാരനാഥകർ, ഇങ്ങനത്തെ പേരുകളൊക്കെ നമുക്ക് ഓർമ്മയുണ്ടാവണം. ഓക്കെ. കേരളവർമ്മയുടെ സംസ്കൃത മഹാകാവ്യം ഏത് എന്നുള്ളതാണ് അല്ലെ. അതെ. അപ്പൊ അത് സ്വാഭാവികമായിട്ടും അതുമായി ബന്ധപ്പെടുത്തി ആരെ കുറിച്ചിട്ടാണല്ലേ? വിശാഖം തിരുനാൾ മഹാരാജാവിനെ കുറിച്ച് അല്ലെ മറ്റേ എഴുതിയിട്ടുള്ള ഒരു എന്താ പറയാ ഒരു കാവ്യമാണ് അത് എന്നറിയാം. അപ്പൊ അത് എപ്പോഴും ഓർമ്മയുണ്ടാവണം അല്ലെ. പിന്നെ അതിന്റെ ഒരു പ്രത്യേകത, മറ്റു മഹാകാവ്യങ്ങൾ അതിന്റെ ഒരു വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശ്രീ വിശാഖ വിജയമായതുകൊണ്ട് തന്നെ അതിനകത്ത് മഹാകാവ്യത്തിൽ ഉണ്ടാകേണ്ട ഈ പറയുന്ന അല്ലെ സ്വർഗാരോഹണം പോലുള്ള സംഗതികളൊന്നും അതിനകത്ത് ചേർത്തിട്ടില്ല എന്ന് പറയുന്ന സ്ഥാനം അല്ലെ. അതുപോലെ ഒരു ശൃംഗാരകാവ്യമായിട്ടുള്ള അമരുക ശതകം പോലുള്ള കാര്യങ്ങൾ അല്ലെ. ഈ പറയുന്ന ശ്രീകണ്ഠേശ്വരം പത്മനാഭപ്പിള്ള രചിച്ച ധർമ്മഗുപ്ത വിജയം എന്ന് പറയുന്ന അല്ലെ കൃതി അല്ലെ, രാഘവാഭ്യുദയം എന്ന് പറഞ്ഞ വടക്കംകൂർ രാജരാജവർമ്മയുടേതാണ്. അപ്പൊ അങ്ങനെയുള്ള ഈ കൃതികൾ ഏതൊക്കെയാണ് ഒന്ന് മാറ്റി വന്നാൽ ആ ഒരു അതിനകത്തുള്ള റോങ് ഓപ്ഷൻസ് ഏതാണെന്നുള്ളതൊന്ന് നോക്കി വെക്കുന്നപ്പോഴും നന്നാവും. ഓക്കെ. പൗലോസ് പാതിരിയുടെ നമ്മൾ ചർച്ച ചെയ്താണ് അല്ലെ. അഗടിയ മലബാരിക്ക എന്ന കൃതിയുടെ ഉള്ളടക്കം എന്താണ് എന്നുള്ളത് അല്ലെ. ഇവിടെ അത് ചോദിച്ചിരിക്കുന്നത് പഴഞ്ചൊല്ലാണ് പരിഭാഷ. അതെ. അപ്പൊ അതെപ്പോഴും നമുക്ക് ഓർമ്മയുണ്ടാവണം. 100 പഴഞ്ചൊല്ലുകളാണ് അദ്ദേഹം ഈ പറഞ്ഞ പോലെ 1791 അല്ലെ ഈ പറയുന്ന ഒരു സെന്റമഗടിയ മലബാരിക്ക എന്ന് പറയുന്ന സാധനം അല്ലെ. അത് ഓർമ്മയുണ്ടാവണം അല്ലെ. ഈ പറയുന്ന സംക്ഷേപ വേദാർത്ഥം അല്ലെ, അത്തരം ചില കാര്യങ്ങളൊക്കെ അവിടെ ഓർമ്മയുണ്ടാവും. ഓക്കെ. തുടിക്കുന്ന താളുകളുടെ കർത്താവ് ആരാണ് എന്നുള്ളതാണ് അല്ലെ. ഓക്കെ. ആടെയാണ് ഈ പറയുന്ന അദ്ദേഹത്തിന്റെ ആത്മാവല്ലെ, എന്റെ വലിയമസമായ മാംസപിണ്ഡം കാണുവാനുള്ള നിർഭാഗ്യം കൈവന്നിട്ടില്ലാത്തതിനാൽ എന്റെ ചിതാഭസ്മത്തെയെങ്കിലും വെറുക്കാതിരിക്കത്തക്ക മനസ്സുണ്ടാക്കി ഉണ്ടാക്കിയേക്കാവുന്ന ഭാവി ജനതയുടെ പത്മവാദങ്ങളിൽ എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹത്തിന് വളരെ ഗംഭീരമായിട്ടുള്ള ഒരു എന്താ പറയാ ഒരു ഇൻട്രൊഡക്ഷനോട് കൂടി വന്നിട്ടുള്ള ഒരു കൃതിയാണ് അല്ലെ ഈ പറയുന്ന സ്ഥിരബുക്കളിലൊക്കെ അദ്ദേഹം പറയുന്ന അതേ ഒരു സംഗതി തന്നെയാണ് അതിന്റെ ഒരു തുടക്കത്തിൽ അദ്ദേഹം പറയുന്നത്. വയലാർ അവാർഡുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. നേരത്തെ ജ്ഞാനപീഠത്തിന്റെ കാലക്രമം പറഞ്ഞതുപോലെ വയലാർ അവാർഡിന്റെ കാലക്രമത്തിനകത്ത് വരുന്ന അല്ലെ പ്രധാനപ്പെട്ട അതിനകത്തുള്ള ഓപ്ഷൻ ഏത് എന്നുള്ളതാണ്. ഒ.വി.വിജയൻ തുടർച്ചയായി അവാർഡ് കിട്ടിയ ആളുകളാണ് ഒ.വി.വിജയൻ, M.K. സാനു, ആനന്ദ്, C. രാധാകൃഷ്ണൻ അല്ലെ. അപ്പൊ അതിന്റെ ഒരു ക്രമമാണ് ഇവിടെ ചോദിക്കുന്നത് അല്ലെ. ഏതാണ് ക്രമം? ഓപ്ഷൻ ബി. C. രാധാകൃഷ്ണനാണ്. ഈ പറയുന്ന ആളുകൾക്കൊക്കെ കിട്ടിയ അവാർഡുകളും ഒക്കെ ഒന്നും നമുക്ക് ഓർമ്മയുണ്ടാവണം അല്ലെ. ഈ പറയുന്ന ഏറ്റവും ആദ്യം അത് കിട്ടിയത് ആർക്കാണ് എന്നുള്ളത് അറിയാവോ? അതെ അതെ. അഗ്നിസാക്ഷി എന്ന് പറഞ്ഞ ലളിതാംബിക അന്തർജനത്തിനാണ് അല്ലെ. തൊട്ടുപുറകെ P.K. ബാലകൃഷ്ണന്റെ ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന് പറഞ്ഞ മലയാറ്റൂർ രാമകൃഷ്ണന്റെ യന്ത്രം വരുന്നത് അല്ലെ. വളരെ പ്രധാനപ്പെട്ട വർക്കുകൾക്കാണ് തകഴിയുടെ കയർന്ന് കിട്ടിയിട്ടുണ്ട് അല്ലെ. വൈലോപ്പിള്ളിയുടെ ഏത് കൃതിക്കാണ്? മകരക്കൊയ്ത്തിനാണോ? അതെ, മകരക്കൊയ്ത്തിനാണ് അല്ലെ. ONV കുറുപ്പിന്റെ ഉപ്പിനല്ലേ. അപ്പൊ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഓർമ്മയുണ്ടാവണം അല്ലെ. അപ്പൊ ഇതിനകത്താണെങ്കിൽ C. രാധാകൃഷ്ണനാണ് ആദ്യമായിട്ട് കിട്ടുന്നത് അല്ലെ. 90 C. രാധാകൃഷ്ണൻ കിട്ടുന്നുണ്ടല്ലോ. അദ്ദേഹത്തിന്റെ ഏത് കൃതിക്കാണ്? അങ്ങനെയും ചോദിക്കാം. മുൻപേ പറക്കുന്ന പക്ഷികൾ അല്ലെ. അദ്ദേഹത്തിന്റെ ആ ഒരു സീരീസിനകത്ത് ഏറ്റവും ആദ്യത്തെ വരുന്നത് മുംബൈ പറക്കുന്ന പക്ഷികൾ എന്ന് പറയുന്നത് അല്ലെ. O.V. വിജയന്റെ തൊട്ട് പിറകെ കിട്ടുന്ന O.V. വിജയനാണ് അല്ലെ. O.V. വിജയന്റെ ഏത് കൃതിയാണെന്ന് അറിയാവോ?
ഖസാക്ക്. ഗുരുസാഗരമാണ്. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഗുരുസാഗരത്തിനാണ് അവാർഡ് കിട്ടുന്നത്. ഖസാക്ക് പോകുന്ന എത്രയോ കാലം കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് അവാർഡ് കിട്ടുന്നത് അല്ലെ. MK സാൻ നമുക്ക് ഇതായിട്ടും അറിയാം അല്ലെ. 92 കിട്ടുന്ന ചങ്ങമ്പുഴയെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ അല്ലെ ഈ പറയുന്ന ജീവചരിത്രാത്മക വിമർശനം എന്നൊക്കെ പറയുന്നത് ചങ്ങമ്പുഴ പറയുന്ന കൃതിക്ക് അല്ലെ. ആനന്ദ് അല്ലെ, ആനന്ദിന്റെ ഇതിനാണ് അദ്ദേഹത്തിന്റെ വളരെ പോപ്പുലർ ആയിട്ടുള്ള വർക്ക് എന്ന് പറയുന്നത് അല്ലെ. ഏതാണ് മരുഭൂമികൾ ഉണ്ടാകുന്നത് അല്ലെ. അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ഈ പറഞ്ഞ ആളുകൾ അല്ലെ, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട എഴുത്തുകാർക്ക് ഒരുവിധം പേർക്കൊക്കെ വയലാർ അവാർഡ് കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ അതിനകത്ത് ഇപ്പൊ മാധവിക്കുട്ടിക്ക് വയലാർ അവാർഡ് കിട്ടിയത് ഏതിനാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില ഈ വയലാർ അവാർഡ് ബന്ധപ്പെട്ട കോവിലിന് ഏതാണ് അവാർഡ് കിട്ടിയത് അല്ലെ. അങ്ങനെയുള്ള ചില അല്ലെ പല മേഖലയിലല്ലേ. ഇപ്പോ ദേവസ്പന്ദനത്തിന് എന്ന് പറയുന്നത് ഇതിനാണ് MV ദേവന് കിട്ടുന്നത് അല്ലെ. വയലാർ അവാർഡ് നിരസിച്ച അല്ലെങ്കിൽ എന്താ പറയുക സ്വീകരിക്കാത്ത ഒരാളാരാണ്? പത്മനാഭൻ. അയ്യപ്പ പണിക്കരുടെ കവിതകൾക്ക് അവാർഡ് അദ്ദേഹം വാങ്ങിയില്ല എന്നുള്ളത് അല്ലെ. ഇപ്പൊ പ്രധാനപ്പെട്ട എഴുത്തുകാരുടെ ഒക്കെ ഓർമ്മയുണ്ടാവണം. ആലാഹയുടെ പെൺമക്കൾക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ട് അല്ലെ. കേശവന്റെ വിലാപങ്ങൾക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയുള്ള പ്രധാനപ്പെട്ട എഴുത്തുകാർ അവിടെ ഏതൊക്കെ കൃതികൾക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ അവിടെ ഓർമ്മയുണ്ടാവണം അല്ലെ. ഓക്കെ. അപ്പൊ അങ്ങനെയുള്ള മാധവിക്കുട്ടിയുടെ ഏതാണ്? നിർമാതളം പൂത്ത കാലം അല്ലെ. അങ്ങനെയുള്ള ചില പ്രധാനപ്പെട്ട എഴുത്തുകാരുടെ എസ് ഹരീഷിന്റെ മീശിക അവാർഡ് കിട്ടിയിട്ടുണ്ട് അല്ലെ. ഒരു ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയത് ഏതിനായിരുന്നു വയലാർ അവാർഡ്? അശോകൻ ചെരുകളിൽ. അതെ, കാട്ടൂർക്കടവ് എന്നുള്ള അതെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള് അതിന് തൊട്ട് മുമ്പ് ശ്രീകുമാരൻ നമ്പിക്കാണ് കിട്ടിയത് അല്ലെ. അത്തരം കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടാവും അല്ലെ. കാരൂരിൻ്റെത് അങ്ങനെ പരീക്ഷയ്ക്ക് അങ്ങനെ വലിയ സാധ്യത ഇല്ലാത്തൊരു ചോദ്യമാണ്. കാരൂരിന്റെ രചനകളുടെ പ്രത്യേകത എന്ന് പറയുന്ന ഒരു സംഗതിക്കകത്ത് അല്ലെ ചില പ്രത്യേകതകൾ പറയുന്നു. കാരൂരിന്റെ കവിതകൾ നമ്മൾ എപ്പോഴും പറയുന്നത് ധ്വന്യാത്മകതയും വാക്കായിരിക്കുക എന്ന് പറയുന്ന സാധനം അല്ലെ. അതിവിസ്തരണം ഒരു പ്രത്യേകതയായിട്ടല്ല. അവരിപ്പോ സ്വാഭാവികമായിട്ടും അത് തെറ്റാണ് എന്ന ഒരു ഓപ്ഷനിലേക്ക് നമുക്ക് അവിടെ എത്താൻ പറ്റും അല്ലെ. അവിടെ കാരണം അങ്ങനത്തെ ഒരു സംഗതി കാരൂരിന്റെ കഥകൾക്ക് ഇല്ല. കഥയെ ഒരു ഭാവശില്പമാക്കി മാറ്റി ആദ്യത്തെ എഴുത്തുകാരൻ എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ കാരൂരിനെ അടയാളപ്പെടുത്തുന്നത് അറിയില്ല. അതുകൊണ്ട് തന്നെ ക്രാഫ്റ്റ് എന്ന് പറയുന്ന സാധനം കഥയ്ക്ക് ആദ്യം കൊടുത്തൊരു എഴുത്തുകാരനായിട്ടാണ് നമ്മൾ എപ്പോഴും കാരൂരിനെ കാണുന്നത് എന്ന് നമുക്കറിയാം. ഓക്കെ. ചെമ്മീൻ എന്ന നോവൽ സിനിമയാക്കിയപ്പോൾ തിരക്കഥ എഴുതി എല്ലാവർക്കും അറിയാവുന്ന ഉത്തരവാണ് സദാനന്ദനാണ്. ആ സിനിമയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ആളുകൾ ഒക്കെ ഓർമ്മയുണ്ടാവും. രാമുകാരിയായിട്ട് അല്ലെ. ചില കാര്യങ്ങൾ ആ സിനിമയ്ക്ക് കിട്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട ഈ സുവർണ കമലം എന്ന് പറയുന്ന അല്ലെ ഏറ്റവും മികച്ച ചലച്ചിത്രത്തിന് അല്ലെ 1965 അതിനകത്ത് അവാർഡ് കിട്ടുന്നുണ്ട്. അങ്ങനെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതിനകത്ത് ഓർമ്മയുണ്ടാവണം അല്ലെ. പിന്നെ ഈസ്റ്റ്മാൻ കളറിൽ ആദ്യം ഇറങ്ങിയ ചിത്രം അല്ലെ. അങ്ങനെയൊക്കെയുള്ള ഒരു അല്ലെങ്കിൽ തിരിച്ചൊരു ദക്ഷിണേന്ത്യൻ സിനിമയ്ക്ക് ആദ്യമായിട്ട് ഈ പറയുന്ന സുവർണ ചകോരം കിട്ടുന്നത് ഏത് സിനിമയ്ക്കാണ്? അങ്ങനെയൊക്കെയുള്ള ചില ചോദ്യങ്ങളും അതിനകത്ത് പ്രതീക്ഷിക്കാം അല്ലെ. ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് പ്രചാരം നൽകിയ വ്യക്തി എന്താണ്? വളരെ പ്ലെയിൻ ആയ ഉത്തരവാണ്. നമുക്കറിയാം പണിക്കരാണെന്നറിയാം. ബാക്കി പണിക്കർമാരെ കുറിച്ചൊക്കെ നമുക്കൊരു ഓർമ്മയുണ്ടാവണം അല്ലെ. മാത്രമല്ല അദ്ദേഹത്തിന്റെ PN പണിക്കരുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെ വായനാ ദിനം എന്ന് പറയുന്ന ഒരു സാധനം അല്ലെ. എന്നാണ് വായനാ ദിനം എന്ന് പറയുന്ന ഒരു കാര്യം? ജൂൺ 19 അദ്ദേഹത്തിന്റെ ചരമദിനം ആണ് എന്നുള്ളൊരു കാര്യം അല്ലെ. വായന വാരം പോലുള്ള കാര്യങ്ങൾ, അത്തരം ചില കാര്യങ്ങൾ നമുക്ക് എന്താ പറയാ അത് തന്നെ പിന്നീട് ദേശീയ വായനാ ദിനമായിട്ട് വന്ന കാര്യം, അത്തരം ചില കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടാവണം അല്ലെ. പിന്നെ ഇതിനകത്ത് വരുന്ന GN പണിക്കർ അല്ലെ. GN പണിക്കർ അദ്ദേഹം ഒരു കഥാകൃത്താണ് എന്ന് പറയുന്നത് അല്ലെ. കേരള സാഹിത്യ അക്കാദമി അവാർഡൊക്കെ കിട്ടിയിട്ടുള്ള ഒരു കഥാകൃത്താണ് അദ്ദേഹം അല്ലെ. അതുപോലെ തന്നെ KM പണിക്കർ അല്ലെ. KM പണിക്കർ വളരെ പ്രസിദ്ധനായിട്ടുള്ള ഒരാളാണ് അല്ലെ. അദ്ദേഹത്തിന്റെ കേരള സിംഹം പോലുള്ള ചില സാധനങ്ങൾ അല്ലെ, അങ്ങനെയുള്ള ചില കൃതികളും അതോടൊപ്പം തന്നെ ഈ പറയുന്ന എന്താ പറയാ ഒരു പണ്ഡിതനും നയതന്ത്രജ്ഞനും എന്നുള്ള രീതിയിലൊക്കെ അദ്ദേഹത്തിന്റെ പ്രവർത്തനം അല്ലെ. KN പണിക്കരാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാവുന്നതുപോലെ വളരെ പ്രസിദ്ധനായിട്ടുള്ള ഒരു ചരിത്രകാരനാണ് അല്ലെ. കാലടി സംസ്കൃത സർവകലാശാല VC ഒക്കെ ആയിരുന്നു അല്ലെ. ഒരു മാർക്സിസ്റ്റ് മെത്തഡോളജി വെച്ചുകൊണ്ട് കേരളത്തിന്റെയും ഇന്ത്യയുടെയും ചരിത്രമൊക്കെ, പ്രത്യേകിച്ച് ഇന്ത്യയുടെ ചരിത്രമാണ്, കേരള മോഡേണിറ്റിയെ കുറിച്ചുള്ള ഒരുപാട് പഠനങ്ങൾ നടത്തിയിട്ടുള്ള ഈ കൾച്ചർ ആൻഡ് ഹെജിമണി പോലെയൊക്കെയുള്ള കോൺസെപ്റ്റുകളൊക്കെ കൊണ്ടുവന്നിട്ടുള്ള ഒരാളാണ്. ഇത് നമ്മുടെ ചരിത്ര രചനയ്ക്കകത്ത് കൊണ്ടുവന്നിട്ടുള്ള ആളാണ് KN പണിക്കർ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു എന്താ പറയാ ഈ പറയുന്ന ആളുകൾ തമ്മിൽ തെറ്റാതിരിക്കാൻ അവരെ അങ്ങനെ വിവച്ഛേദിച്ച് മനസ്സിലാക്കും അല്ലെ. അലങ്കാരങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള നമ്മൾ അലങ്കാരങ്ങളെ എല്ലാം കൂടെ ഒരു ചോദ്യത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രധാനപ്പെട്ട ചില അലങ്കാരങ്ങൾക്കകത്ത് അല്ലെ ഈ പറയുന്ന നേരിട്ട് അതിനകത്ത് കൊടുത്തിരിക്കുന്ന ലക്ഷ്യലക്ഷണങ്ങള് ഉദാഹരണ പദ്യങ്ങളെ നേരിട്ട് ഉപയോഗിക്കുന്ന ഒരു ചോദ്യമാണ് അല്ലെ. ഭോഗസ്ത്രീ വിരഹത്തിൽ പുകയല്ലോ തമസിത് എന്ന് പറയുന്നത് ഓപ്ഷൻ എ. അതെ, അതിന് ഡയറക്റ്റ് ആയിട്ട് അതിനകത്ത് തന്നെ മറ്റൊന്ന് ഇന്ദർമയോഗത്താൽ അത് താനല്ലോ ഇത് എന്ന് പറയുന്ന ഒരു സാധനം അല്ലെ. അതൊരു സമയം കാണുന്ന ഈ പറയുന്ന എന്താ പറയാ അതിന്റെ ആ ഒരു
ശങ്ക ബലപ്പെട്ട് കഴിഞ്ഞാൽ അത് ഉൽപ്രേക്ഷയമായി മാറും എന്ന് പറയുന്ന ഒരു സംഗതി അല്ലെ. ബാക്കി എല്ലാ സംഗതികളും അല്ലെ. അപ്പൊ ഓപ്ഷൻ ഏതാണ് ഇതിനകത്ത്? ഓപ്ഷൻ എ. ഓപ്ഷൻ എ ആണ് അല്ലെ. കാരണം നമുക്ക് എല്ലാവർക്കും ഈ പറയുന്ന വളരെ പെട്ടെന്ന് തന്നെ നമുക്കത് സരോജയുഗളം കാണുക, ശരങ്ങൾ ചൊരിയുന്നത് എന്ന് പറയുന്ന സാധനം അല്ലെ. സി വരുന്നത് ഏതാണ്? രൂപകാതിശയോക്തി. രൂപകവും രൂപകാതിശയോക്തി തമ്മിലൊരു വ്യത്യാസം എന്താണ് അല്ലെ? അവിടെ എന്താണ് ഈ പറയുന്ന നികീരണം ചെയ്യുന്നത് അല്ലെ? നികീരണം അല്ലെ, അത് ചില സംഗതി ഒഴിവാക്കിക്കൊണ്ട് ഈ പറയുന്ന ഏതാണ്? ഉപമാനം ഉപമേയം എന്ന് പറഞ്ഞ വർണ്ണ്യം അവർണ്യം എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലേ, അതിനകത്ത് ഈ വർണ്ണ്യാവർണ്യങ്ങൾക്ക് അഭേദത്വം കൽപ്പിക്കുന്ന ഒരു സംഗതി, അത് ഒന്നുകൂടി മാറിയിട്ട് അത് കുറച്ചുകൂടെ ഈ രൂപകവും അതിശയോക്തിയും തമ്മിൽ വരുന്ന ഒരു സംഗതി എങ്ങനെയാണ് വരുന്നത്? നികീരി അധ്യാവസാനം താൻ രൂപകാതിശയോക്തിയാം എന്ന് പറയുന്ന ഒരു സംഗതിയല്ലേ. അവിടെ ഒന്ന് മാത്രമേ പറയുന്നുള്ളൂ അല്ലെ. സരോജയുഗളം ശരങ്ങൾ ചൊരിയുന്നു എന്ന് പറയുന്ന ഒരു സംഗതിയെ പറയുന്നുള്ളൂ. അത് ഏത് എന്ന് വെച്ചാൽ അതിൽ ഈ പറയുന്ന ഉപമാനവും ഉപമേയവും എന്ന് പറയുന്നത് രണ്ടെങ്കിലും ഈ വർണ്ണ്യവും അവർണ്യവും എന്ന് പറയുന്ന സംഗതിക്ക് പകരം അവർണ്യം പറഞ്ഞുകൊണ്ട് മറ്റതിനെ ഓർമ്മിപ്പിക്കുക എന്ന് പറയുന്ന അല്ലെ. പിന്നെ അർത്ഥാപത്തീതോ, പിന്നെ ചൊല്ലാനിൽ നിന്ന് യുക്തിയാം എന്ന് പറയുന്ന സാധനം അല്ലെ, ഡി ആയിട്ട് വരികയല്ലേ. ഈ അപ്പപ്പോൾ എലി തിന്നുമ്പോൾ അപ്പത്തിന് കഥ എന്തുതാൻ എന്ന് പറയുന്ന കാര്യം. എസ് ബി വേണുഗോപനാരുടേതല്ലാത്ത കൃതി ഏത് എന്നുള്ളതാണ് അല്ലെ. ആദിശേഷനൊക്കെ നമുക്ക് അതെ കാകളി എന്ന് പറഞ്ഞാൽ അല്ലെ, കൊച്ചുബാവയുടെ നോവലേറ്റുകളുടെ സമാഹാരമാണ് കാകളി എന്ന് പറഞ്ഞ അല്ലെ. അർത്ഥാന്തരന്യാസം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ശ്രീധരനാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് അല്ലെ. വാക്കും പോലുള്ള അർത്ഥാന്തരന്യാസം പോലെയുള്ള ആധുനികോത്തര അതേയുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ ആധുനികോത്തര സിദ്ധാന്തങ്ങളെ വളരെ അല്ലെങ്കിൽ കേരളത്തിലെ ആധുനികോത്തര സിദ്ധാന്തങ്ങളുടെ ഈ പറയുന്ന പ്രയോഗങ്ങളെ ഒക്കെ വിമർശിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയ പുസ്തകത്തിന്റെ പേരാണ് ആധുനികോത്തരം വികലനവും എന്ന് പറയുന്ന പുസ്തകം അല്ലെ. അർത്ഥവാദങ്ങൾ, പ്രതിവാദങ്ങൾ, ധാരാളം പുസ്തകങ്ങളല്ല. അദ്ദേഹത്തിന്റെ ആദ്യത്തെ വർക്ക് യാദേവി സർവഭൂതേഷു എന്ന് പറയുന്ന ഒരു സാധനം ചിന്തയിലെ രൂപങ്ങൾ പോലുള്ള കൃതികളൊക്കെയാണ് അല്ലെ. ഓക്കെ. ദണ്ഡകവുമായി ബന്ധപ്പെട്ട ഒരു ചമ്പു ഇതുമായി ബന്ധപ്പെട്ട തുംഗരാഗരുചി താദിനാഥ ഇരമിത്തം നിശമ്യ നൃപകന്യ എന്ന് പറയുന്ന ഒരു സംഗതി അല്ലെ. ഡിക്ഷൻ കണ്ടാൽ തന്നെ നമുക്കറിയാം ഈ പറഞ്ഞ പോലെ മഴമംഗലത്തിന്റെ അല്ലെ ഈ പറയുന്ന അല്ലെ നൈഷധം ജമ്പു ആണ്. ഉത്തരഭാഗം ദണ്ഡകം എന്താന്നുള്ള ഒരു കാര്യം ഉണ്ടാവണം അല്ലെ. ആ ദണ്ഡകത്തിന്റെ അല്ലെ എന്താ ദണ്ഡകത്തിന്റെ ഒരു അതൊരു 26 അക്ഷരത്തിന് മീത് ഒരു പദത്തിലേക്ക് വരുന്ന അത്തരം ഒരു സമവൃത്തത്തെയാണ് നമ്മൾ ദണ്ഡകം എന്ന് പറയുന്നത്. ഇപ്പൊ ചമ്പൂല് ഈ സംസ്കൃത വൃത്തം, ദ്രാവിഡ വൃത്തത്തിലുള്ള പദ്യം, ഇത് കൂടാതെ ദണ്ഡകങ്ങളും കൂടി ഉണ്ടാവുന്നു എന്ന് പറയുന്ന ഒരു സാധനം അല്ലെ. ഇതിന്റെ വരി കണ്ടാൽ തന്നെ നമുക്കറിയാം ഇത് ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടത് നമുക്കറിയാം. ശ്രീരാമൻ തിരുവടി മാരുതി എന്നത് കേട്ടു മകിഴ്ന്ത് എന്ന് പറഞ്ഞൊരു വാക്ക് കിട്ടിയാൽ തന്നെ നമുക്ക് പെട്ടെന്ന് എന്ത് കിട്ടും? ഈ പറയുന്നത് മണിപ്രവാളം എന്ന് പറയുന്ന മറ്റേ കണ്ണശ പ്രസ്ഥാനം എന്ന് പറയുന്ന ഒന്നിലേക്ക് നമുക്ക് അത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് എത്താൻ പറ്റുന്നത്. തമിഴിന്റെയും സംസ്കൃതത്തിന്റെയും തനി മലയാളത്തിന്റെയും ഒരു കലർപ്പിന്റെ ഒരു ഭാഷയുടെ സ്വഭാവം, ഡിക്ഷന്റെ സ്വഭാവം. അപ്പൊ ആ വരി ഏത് വരി എടുത്തു കഴിഞ്ഞാൽ ആ വരിയുമായിട്ട് അല്ലെ മനോഹരനായി ഉളനായ എന്നൊക്കെ പറയുന്ന അല്ലെ പരൻ എന്നൊക്കെ പറയുന്ന പ്രയോഗങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അത് മുഴുവൻ ഈ കണ്ണശന്മാരുടെ ഡിക്ഷനകത്ത് വരുന്ന ഒരു കാര്യമാണ് എന്ന് കാണാൻ പറ്റും. മാഴുകുക എന്ന് ധാരാളമായിട്ട് ഉപയോഗിച്ച ഒരു കൃതി നമുക്ക് അറിയാം. ഏതാണ്? കൃഷ്ണഗാഥ എന്ന് പറഞ്ഞില്ല. അപ്പൊ അങ്ങനെ ചില വാക്കുകളുടെ ചില കാർപ്പാസം എന്നൊക്കെ പറഞ്ഞ അങ്ങനെ ചില വാക്കുകളും മറ്റൊക്കെ ഉപയോഗിക്കുക, പ്രചാരയുക്തങ്ങളായ വാക്കുകൾ ഉപയോഗിക്കാം. അതൊക്കെ പലപ്പോഴും ഈ കൃഷ്ണഗാഥയുടെ പ്രത്യേകതയാണ്. ദുഃഖിക്കുക എന്ന് പറയുന്ന അർത്ഥം അല്ലെ. ബാലറ്റ്സ് ഓഫ് നോർത്ത് മലബാർ എന്ന് പറയുന്ന ആരുടെ കൃതിയാണ് നമ്മൾ പറഞ്ഞു അല്ലെ. അതിന്റെ പ്രസാദകരാണ് എന്നുള്ളതാണ് അല്ലെ. മദ്രാസ് സർവകലാശാലയാണ് അല്ലെ അത് പ്രസിദ്ധീകരിക്കുന്നത് അല്ലെ. മദ്രാസ് യൂണിവേഴ്സിറ്റിയുടെ പ്രസിദ്ധീകരണമാണ് അല്ലെ. ഇത് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തൊരു ചോദ്യമാണ് അല്ലെ. 5 വണ്ണം മണിഗ്രാമം എന്നിവയെ പറ്റി പരാമർശിച്ചു. പയ്യന്നൂർ പാട്ട് അല്ലെ, പയ്യന്നൂർ പാട്ട് അല്ലെ, അത് ഗുണ്ടട്ട് അല്ലെ, അത് പിന്നീട് സ്കറിയാസ് അത് കണ്ടെത്തുന്ന ഒരു സംഗതി അല്ലെ. അപ്പൊ അതിന്റെ പലതരം ചരിത്രപരമായ എന്താ പറയാ പ്രാധാന്യം എന്ന് പറയുന്നത് അല്ലെ, അത് പൂർണ്ണമായും ശേഖരിക്കപ്പെട്ടിട്ടില്ല എന്ന് പറയുന്ന ഒരു കാര്യം, കൃത്യമായ ഒരു കാലഗണനയും അതുപോലെ തന്നെ പറയാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യം അല്ലെ. അത്തരം ചില കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടാവും. ഓക്കെ. അറിയാവുന്ന ഒരു സംഗതിയാണല്ലോ. അത് എവിടെയുള്ള വരിയാണ് എന്നുള്ള കാര്യം കൂടെ ഓർമ്മ ഉണ്ടാവും അല്ലെ. ഏതാണത്, ഏത് ഭാഗത്താണത് വരുന്നത് എന്ന് പറയുന്നത് അല്ലെ. ഏത് കൃതിയിലാണ്, ഏത് ഭാഗത്താണ് അല്ലെ. അദ്ദേഹത്തിന്റെ എന്താ പറയാ അധ്യാത്മ രാമായണം കിളിപ്പാട്ടിലാണ് അല്ലെ. എന്റെ ബാലകാണ്ഡത്തിന്റെ തുടക്കത്തിൽ തന്നെ വരുന്ന വരിയാണ് എന്നുള്ള കാര്യം ഓർമ്മയുണ്ടാവുന്നത്. അപ്പൊ ഏത് കാണ്ഡത്തിലാണ്, ഏത് ഭാഗത്താണ് തുടങ്ങിയ കാര്യങ്ങൾ അല്ലെ.
എഴുത്തച്ഛന്റെ മഹത്വം സ്ഥാപിതമായിരിക്കുന്നത് അദ്ദേഹം അവതരിപ്പിക്കുന്ന തത്വചിന്തയിലല്ല കവിതയിലാണ് എന്ന് വാദിച്ച പണ്ഡിതനാരാണ് അല്ലെ? ആദ്യത്തെ പഠനങ്ങൾ ഒന്നാണ് സാഹിത്യ പഞ്ചാനന്റെ അല്ലെ ആണ് സാഹിത്യ പഞ്ചാനനാണ് കറക്റ്റ് ആൻസർ. നളചരിത്രത്തിലെ ഭാഷാമണിയും പ്രവാളവും കയർത്തു ചേർന്നതല്ല സംസ്കൃതമാകുന്ന ജമ്മു അല്ലെ? ഇത് എല്ലാവർക്കും ഉത്തരവാണ് അല്ലെ? അത് AR രാജരാജവർമ്മ ആണ് അല്ലെ? ഈ പറയുന്ന എന്താ പറയാ വെങ്കല ഭാഷ എന്ന് പറയുന്ന സാധനം പറയുന്ന ഭാഷാപരമാണ് നളചരിത്രത്തിന്റെ ആമുഖത്തിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം. ഓക്കെ, ഇവിടെ വന്നിട്ടുള്ളത് ഈ പറയുന്ന ചില എന്താ പറയാ ആട്ടക്കഥകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളാണ്. അത് പിൽക്കാല ആട്ടക്കഥകളാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ആദ്യകാല ആട്ടക്കഥകളുടെ ഒരു ചരിത്രം നമ്മൾ വിശദമായിട്ട് ക്ലാസ് എടുക്കാൻ നമുക്ക് പറ്റിയിട്ടില്ല അല്ലെ? ആട്ടക്കഥകളുടെ ഒരു ഇതിനകത്ത് പിൽക്കാലത്ത് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ആട്ടക്കഥകളിലാണ് NV കൃഷ്ണവാര്യരായാലും മാലി മാധവൻ നായരായാലും അതുപോലെ തന്നെ ഇയ്യങ്കോട് ആട്ടക്കഥ കൃഷ്ണൻ തമ്പി അല്ലെ? അപ്പോ അതിനകത്ത് ആരേതൊക്കെയാണ്? കൃഷ്ണൻ തമ്പി, താടകാവധം, എന്ന് പറയുന്നത് കൃഷ്ണവാര്യർ, ബുദ്ധചരിതം അല്ലെ? മാലി മാധവൻ നായർ, കർണശപഥം ഒറ്റ കൃതി മാത്രമാണ് എഴുതിയത്. കിങ് ലിയർ, ഇയ്യങ്കോട് ശ്രീധരൻ, കിങ് ലിയർ, മാനവ വിജയം എന്നൊക്കെ പറയുന്ന ആട്ടക്കഥയൊക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ടല്ലേ? പി വിജയൻ അല്ലെ? അതുപോലെ വിജയൻ, പ്രൊഫസർ വിജയൻ, അതെ അതെ, നമ്മുടെ കവികുളര ഡിപ്പാർട്ട്മെന്റ് HOD ആയിരുന്നു പി വിജയൻ. കണക്കും അർത്ഥവും അല്ലെ? സുതകടക്ക പദനിരയും എന്ന് പറയുന്നത് വളരെ പ്രസിദ്ധമായിട്ടുള്ള വരിയാണ് എന്ന് നമുക്കറിയാം അല്ലെ? ഏത് കൃതിയിലാണ്? നളചരിതത്തിലാണ്. നളചരിതം 1-ാം ദിവസത്തിൽ അല്ലെ സരസ്വതി പറയുന്നത് പോലെ തന്നെ അല്ലെ വർദ്ധിക്കുന്ന ഈ അർത്ഥവും മധുരമായ പദനിരയും അല്ലെ യമകമൻ പ്രാസം തുടങ്ങിയ അല്ലൊക്കെ ഉണ്ടാവുന്ന അല്ലെ തടവി അത്തരം ഒരു 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 ആശിസിന്റെ സ്വഭാവത്തിൽ വരുന്ന സരസ്വതി തന്നെ പറയുന്നതായിട്ടാണ് അതിനകത്ത് വരുന്നത്. ഓക്കെ, ഇവിടെ പ്രാസവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അലങ്കാരവും ശബ്ദാലങ്കാരവുമായി ബന്ധപ്പെട്ടാണ് പ്രധാനമായിട്ടും വരുന്നത്. അപ്പൊ തന്നെ നമുക്കത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഈ പറയുന്നത് പോലെ അത് അതിനകത്ത് 1-2 ഓപ്ഷൻസിന് നമുക്ക് അവിടെ നമുക്ക് ഉപമയും അല്ലെ പ്രത്യനീകവും നമുക്ക് മാറ്റി നിർത്തിയാൽ പിന്നെ യമകവും അനുപ്രാസവുമാണ് അല്ലെ? യമകത്തിന്റെ പ്രത്യേകത എന്താണ്? യമകം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഇതിൽ തന്നെ ഒരേ ശബ്ദം രണ്ടർത്ഥത്തിലല്ലേ? എങ്ങനെയാ അക്ഷരക്കൂട്ടത്തെ ആവർത്തിക്കുകയാണ് അർത്ഥം ഇതാക്കിക്കൊണ്ട് ആവർത്തിക്കുന്ന ഒരു സംഗതി. ഇവിടെ വരുന്നത് എന്താണ്? ഇവിടെ പൂവമ്പൻ പറയുന്ന ഒരു സംഗതിയാണ് അല്ലെ? അതായത് എന്താ പറയാ ഈ വലിയ കൂട്ടക്ഷരം തന്നെ ആവർത്തി പറയാ അല്ല, ഇവിടെ അർത്ഥ വ്യത്യാസമല്ലല്ലോ. പൂവമ്പൻ എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് പൂവമ്പൻ എന്ന് പറയുന്ന ഈ പറഞ്ഞ അക്ഷരക്കൂട്ടങ്ങളെ ആവർത്തിക്കുന്നുള്ളൂ മാത്രമേ ഉള്ളൂ. അക്ഷരക്കൂട്ടങ്ങളല്ലേ ഈ ചേകാനുപ്രാസം, വൃത്യനുപ്രാസം എന്നൊക്കെ പറയുന്ന അല്ലെ? ലടാനുപ്രാസം എന്നൊക്കെ പറഞ്ഞ ഒരേ പദസമൂഹത്തെ തന്നെ ചെറിയ അർത്ഥ വ്യത്യാസം വരുത്തി മാറ്റുന്നതിനെ നമ്മൾ എന്ത് പറയാ? ലാടാനുപ്രാസം എന്ന് പറയാല്ലേ? ലടാനുപ്രാസത്തിന്റെ ഒരു സംഗതി മാത്രമുള്ളത് ഇവിടെ വരുന്നല്ലേ? ഇപ്പോ നമ്മള് ഈ പറയുന്ന 5-6 കാട്ടാന ഒന്നിച്ച് വന്നപ്പോ ഞാനെന്ത് കാട്ടാന എന്ന് പറയുന്ന സാധനമല്ല അല്ലെ? ഇത് ചെറിയ അർത്ഥ വ്യത്യാസം മാത്രമേ. പൂവമ്പ്, പൂവമ്പൻ, പൂവമ്പഴം എന്നൊക്കെ പറയുന്ന അതാണ് ഒരേ പദസമൂഹത്തിൽ തന്നെ അർത്ഥത്തിൽ നേരിയ വ്യത്യാസം വരുത്തി ആവർത്തിക്കുന്നതിന് നമ്മൾ എന്ത് പറയാ? ലാടാനുപ്രാസം എന്ന് പറയുക അല്ലെ? അതിന്റെ ഒരു ഉദാഹരണമായിട്ട് അല്ലെ എന്താ പറയാ പറയാൻ പറ്റും. പ്രത്യനീകം എന്നൊക്കെ പറഞ്ഞ് കരുത്തരാം ശത്രുവിങ്കൽ ഭരിക്കാത്തൊരു സംഗതി ഈ പറഞ്ഞ അതിന്റെ കൂട്ടുകാരോട് അല്ലെ? ഒരു സിനിമയിൽ ഈ പറഞ്ഞ പോലെ പിള്ള അടിക്കുന്നതിന് പകരം മറ്റേ അടിക്കുന്നത് പോലെ അല്ലെ? അപ്പൊ അത് പ്രത്യനീകം എന്ന് പറയുന്ന ഉപമ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലെ? പാലങ്കാരങ്ങളെ കുറിച്ചുള്ള വ്യത്യാസം. വെൺമണി പ്രസ്ഥാനത്തിനകത്ത് ഒരുപാട് കവികൾ വരുന്നുണ്ട്. അതിനകത്ത് ഉറവങ്കരുടേതായ മറ്റു വെൺമണിമാരിൽ നിന്ന് മാറി ഉറവങ്കരയ്ക്ക് ഒരുപാട് പ്രത്യേകതയുണ്ടെന്ന് കേരള സാഹിത്യ ചരിത്രത്തിനകത്ത് ഉള്ളൂർ പറയുന്നുണ്ട് അല്ലെ? അപ്പൊ അതിനകത്ത് വെൺമണി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത ഈ പറയുന്ന ഫലിതം എന്ന് പറയുന്നത് വെൺമണി പ്രസ്ഥാനത്തിൽ ഉടനീളം നമ്മൾ കാണാൻ കഴിയുന്നതാണ് അല്ലെ? അവരുടെ ഭാഷാ രീതിയാണ് പ്രസാദം, മാധുര്യമാണ് അതിന്റെ ഗുണം എന്ന് പറയുന്ന അല്ലെ? ഈ പറയുന്ന ധാരാളം പഠനങ്ങൾ ആർത്ഥത്തിൽ അവിടെ എല്ലാവരും ഒരുവിധം പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ? പ്രാസഭംഗി പോലുള്ള കാര്യങ്ങളല്ലേ? വ്യത്യാസം എന്താണ്? അവരൊക്കെ സംസ്കൃതബഹുലമായ ഭാഷയാണ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഉറവങ്കരയെ പരിചയമില്ലെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് നമുക്ക് എത്താൻ കഴിയാവുന്ന, എന്നാൽ കുറച്ചുകൂടെ അർത്ഥഗാംഭീര്യമുള്ള, മറ്റുള്ളവർക്ക് അർത്ഥഗാംഭീര്യം എന്നൊരു ചോയ്സ് അവിടെ ഉണ്ടെങ്കിൽ അത് ഉള്ളൂർ പറയുന്ന ഒരു കാര്യമാണ്. മറ്റുള്ളവരെക്കാൾ കുറച്ചുകൂടെ നമുക്ക് ക്രാക്ക് ചെയ്തെടുക്കാൻ പ്രയാസമുള്ള, കുറച്ചുകൂടെ അർത്ഥദീപ്തിയുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന ഗൗരവമുള്ള, അർത്ഥഗരിമയുള്ള കൃതിയാണ് അദ്ദേഹത്തിൻ്റെത് എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇവിടെ അതിനകത്ത് കുറെ കൂടെ ചേർന്നൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് സംസ്കൃത ബഹുലമായ ഭാഷ ഉപയോഗിക്കുന്നു അല്ലേ?
ഈ ശ്രീയേശു വിജയം, ക്രിസ്തുഗാഥ, രാമേന്ദ്രവിലാസം, രുക്മാംഗതീരം അല്ലെ, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന ഓപ്ഷൻസ് ആണ് അല്ലെ. അതിനകത്ത് ചേർച്ചയുള്ളത് ഏത് എന്നുള്ളതാണ് അല്ലെ. ഏതാണ്? ഓപ്ഷൻ സി രാമചന്ദ്ര വിലാസം അഴകത്ത് അതെ, അത് എല്ലാവർക്കും അറിയാവുന്ന സംഗതിയാണ്. പക്ഷെ ബാക്കി പുസ്തകങ്ങളെ കുറിച്ചൊക്കെ ഒരു ചെറിയ ധാരണ അല്ലെ. ഈ പറഞ്ഞ ശ്രീയേശു വിജയമാരുടേതാണ് കട്ടക്കയത്തിൽ അതെ അതെ. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ രുക്മാംഗതയെ കുറിച്ച് നേരത്തെ പറഞ്ഞതാണ് അല്ലെ. അതുപോലെ തന്നെ മറ്റേ കൊച്ചു ത്രേസ്യ വിജയം. ഓക്കെ. മഹാകാവ്യങ്ങളെ നെടുങ്കുതിരക്കെട്ടിനോട് സാദൃശ്യപ്പെടുത്തിയ കവി എല്ലാവർക്കും അറിയാവുന്ന ഓപ്ഷനാണ് അല്ലെ. അപ്പൊ അദ്ദേഹത്തിന് വളരെ പ്രസിദ്ധമായിട്ടുള്ള അല്ലെ, അദ്ദേഹത്തിന്റെ ആ നിരൂപണത്തിന്റെ പേരെന്ന് എന്താ, ഏതിനെ കുറിച്ചുള്ള നിരൂപണമാണത്? ചിത്രയോഗവുമായി ബന്ധപ്പെട്ട ചിത്രയോഗ നിരൂപണം എന്ന് പറയുന്ന നിരൂപണം അല്ലെ. അപ്പൊ അത് തിരിച്ച് ആശാന്റെ കുറിച്ചാണ് വള്ളത്തോൾ നിരൂപണം ചെയ്തത്? ലീലയെ കുറിച്ചാണ് അല്ലെ. അത് ഓർമ്മയുണ്ടാവും അല്ലെ, അർത്ഥജന കാര്യങ്ങൾ അല്ലെ. ഇത് ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട സംവാദവുമായി ബന്ധപ്പെട്ടുള്ള അല്ലെ ഒരു സംഗതിയാണ് അല്ലെ. കവിരാമായണ വിവാദം എന്നൊക്കെ പറയുന്നതുമായി ബന്ധപ്പെടുത്തി ഉള്ള ചില ആളുകളൊക്കെയാണ് വരുന്നത് അല്ലെ. ഇതിനകത്ത് ഏതാന്നുള്ളത് അറിയണം അല്ലെ. അപ്പൊ കുഞ്ഞുകുട്ടൻ തമ്പുരാൻ, കവി പുഷ്പമാല കാത്തുള്ളിൽ അച്യുതമേനോൻ, 4 ഭാഷാ കാവ്യങ്ങൾ കുണ്ടൂർ, കവിരാമായണം മൂലൂർ. അപ്പൊ അത് ഏതെങ്കിലും ഒന്നും കിട്ടിയില്ലെങ്കിലും ബാക്കി നമുക്ക് ഈ പറഞ്ഞ പോലെ വളരെ കവിരാമായണം നമുക്ക് കിട്ടും, കവി പുഷ്പമാലയും ഒരു 4 ഭാഷ നമുക്ക് എളുപ്പത്തിൽ. ഇപ്പോ കവിഭാരതൊക്കെ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ മറ്റു വഴി നമുക്കത് കണ്ടെടുക്കാൻ കഴിയുന്നു അല്ലെ. ശബ്ദങ്ങളെ ദാസരെ എന്ന പോലെ തനിക്ക് കീഴാക്കിയ ശക്തിയുക്തൻ എന്ന് വള്ളത്തോൾ വിശേഷിപ്പിച്ചത് ആരെയാണ് എന്നുള്ളത് അപ്പൊ തന്നെ അറിയാം. ഈ പറയുന്നത് പോലെ കൊടുങ്ങല്ലൂർ കുഞ്ഞുകുട്ടൻ തമ്പുരാനെയാണ് എന്ന് നമുക്ക് അറിയാം. കേരളവർമ്മയും കേരളവാണിയും കെ സി കേശവപിള്ളയും ദ്രാവിഡ വൃത്തത്തിന് മുൻഗണന നൽകി. അത് അവരൊരിക്കലും ദ്രാവിഡ വൃത്തത്തിനകത്ത് ഈ പല സംഗതികൾ ചെയ്തിട്ടില്ല എന്നറിയില്ല. അപ്പൊ അതുകൊണ്ട് ഓപ്ഷൻ സ്വാഭാവികമായിട്ടും പൂർണ്ണമായും. കാലക്രമമാണ് ശാസനങ്ങളുടെ കാലക്രമം എന്ന് പറയുന്നത് അല്ലെ. അതിനകത്ത് ഏതാണ് ഓപ്ഷൻ? അല്ലെ. അപ്പോൾ സംശയമൊന്നുമില്ല. എ ആണോ ബി ആണോ എന്ന് നോക്കിയാൽ മതി. തൊട്ടടുത്ത ഓപ്ഷൻ വന്നിരിക്കുന്നത് ജ്യോതിശാസ്ത്രമാണ്. നമുക്കറിയാം ജ്യോതിശാസ്ത്രം വളരെ വൈകിണ്ടായിട്ടുള്ള ലേറ്റർ പീരീഡ് ഉണ്ടായിട്ടുള്ള ഒരു ശാസ്ത്രമാണ്. നമുക്ക് ലേഡി 1000 എന്നറിയാം അല്ലെ. അപ്പൊ ഓപ്ഷൻ എയിലേക്ക് അപ്പോൾ വളരെ പെട്ടെന്ന് എത്താൻ പറ്റും. അതിന്റെ ഒരു കാലം അല്ലെ 820 പോലെ വാഴപ്പള്ളി ശാസ്ത്രം അല്ലെ, അതിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെ. ഈ പറയുന്ന രാജശേഖര വർമ്മയാണ് അല്ലെ ഈ കണ്ടെടുക്കത്തിലെ ഏറ്റവും പ്രാചീനമായ ശാസ്ത്രം ആണ് നമ്മൾ പറയുന്നത്. തരിശാപ്പള്ളി ചെപ്പേടുകൾ എന്ന് പറയുന്ന ഉള്ള കാര്യങ്ങൾ, സാനൂരവി വർമ്മ അല്ലെ, അതിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട ആളുകൾ അയ്യനടികൾ, തിരുവടികൾ എന്ന് പറയുന്നത്, അതുപോലെ മറുവൻ സബീർ, ഈശോ അല്ലെ, അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ തരിശാപ്പള്ളിക്ക് പ്രത്യേക അവകാശം കൊടുക്കുന്ന സംഗതി. ജോസഫ് റബ്ബാൻ എന്ന് പറയുന്നതാണ് അല്ലെ യഹൂദ വർത്തക പ്രമാണി അല്ലെ. അപ്പൊ അതിനകത്ത് നമ്മൾ നേരത്തെ നാടുവാഴികൾ വരുന്നു എന്ന് പറഞ്ഞ 5 വണ്ണം അല്ലെ, അതിന്റെ ചില സംഗതികൾ. ഭാസ്കരവിവർമ്മൻ ഒന്നാമൻ അല്ലെ, അങ്ങനെയുള്ള ചില കാര്യങ്ങൾ അല്ലെ. അതുപോലെ തന്നെ തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് 12ാം നൂറ്റാണ്ടിൽ ലേറ്റർ പീരീഡ് ഉണ്ടാക്കിയ ഒരു ശാസ്ത്രമാണ് ഈ തിരുവല്ല ഒരു ചെപ്പേട്, തിരുവല്ല ചെപ്പേടുകൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ 12-14 നൂറ്റാണ്ടിൽ ആണത് വരുന്നത്. നെടുവട്ടം ഗോപാലകൃഷ്ണനെ കുറിച്ചിട്ട് പ്രധാനമായിട്ടൊരു കാലഘട്ടനെ കണ്ടെത്തിയത്. അപ്പൊ അങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടാവും ഈ ശാസനങ്ങളുമായി ബന്ധപ്പെടുത്തി പ്രധാനപ്പെട്ട ശാസ്ത്രങ്ങൾ എന്ന് പറയുന്നത് അല്ലെ. ഞാനത് എല്ലാവർക്കും അറിയാവുന്ന ചോദ്യമാണ്. എന്തായാലും അത് എഴുതിയ ആൻസർ ബി അവിടെ കൊടുത്തിട്ടുണ്ട്. ഞാനൊക്കെ 6 നയങ്ങളുടെ വ്യാപനം നമ്മുടെ ചില ഭാഷാ സങ്കല്പങ്ങൾ, ഭാഷാ പരിണാമ സങ്കല്പങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ചില ആശയങ്ങൾ ആരുടേതാന്നുള്ള ചോദ്യമാണ് അല്ലെ. 6 നയങ്ങളുടെ വ്യാപനം ആരുടേത് നമുക്കറിയാം, കേരളവാണി. അപ്പൊ നമുക്ക് A4 നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാൻ പറ്റും അല്ലെ. അപ്പൊ അതിനകത്ത് വരുന്ന ഒറ്റ ഓപ്ഷനകത്തുള്ളൂ. അപ്പൊ നമുക്ക് അല്ലെ സോറി മറ്റേ 2 ഓപ്ഷനകത്ത് വന്നിട്ടുണ്ട് അല്ലെ, എയും ഡിയും വന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ അതിനകത്ത് ഏതാ പടിപടിയായ വികാസം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറയുന്ന എൽ വി രാമസ്വാമി പറയുന്ന പ്രാചീന മധ്യകാല തമിഴിൽ നിന്ന് മലയാളം ഉണ്ടായി എന്ന് പറയുന്ന സംഗതിയാണ് അല്ലെ. അപ്പൊ നമുക്ക് ഈ എവല്യൂഷൻ, അപ്പൊ അവിടെ എവല്യൂഷൻ എന്ന് പറയുന്ന ഒരു വാക്ക് അല്ലെ, ഒരു മലയാളത്തിന്റെ എവല്യൂഷനുമായി ബന്ധപ്പെട്ട ശാസ്ത്രം അല്ലെ AC ശേഖറാണെന്ന് നമുക്ക് പറയാൻ പറ്റും. മറ്റു നമുക്ക് അറിയാവുന്ന സംഗതിയാണ് ഭാഷാ മിശ്രവാദം ഇളംകുളത്തിന്റെയും ഭാഷാ സംഗമവാദം CL ആന്റണിയുടെയും പറയാം അല്ലെ. അപ്പൊ അത് ഓപ്ഷൻ ഡി ആണ് ഓപ്ഷൻ.
രാജ്യസമാഹാരത്തിലെ രാജ്യം ഏതാണ് എന്ന് പറയാം. രാജ്യസമാഹാരം ദൈവരാജ്യമാണ്. കാരണം അത് പെട്ടെന്ന് നമുക്ക് അങ്ങനെ ആലോചിച്ചാൽ മതി. അത് അതിനുവേണ്ടി ഉണ്ടാക്കപ്പെട്ട ഒരു സംഗതിയാണ്. ആദ്യത്തെ പത്രം എന്നൊക്കെ നമ്മൾ അങ്ങ് വിളിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അല്ലെ. എങ്കിൽ അങ്ങനെയാണെങ്കിൽ തന്നെ നമ്മൾ ആദ്യത്തെ പത്രം എന്ന് നമ്മൾ പറയുമ്പോഴും നമ്മൾ ജ്ഞാനനിക്ഷേപവും നമ്മളുടെ വ്യത്യാസം എന്താണ്? ഒന്ന് നോളജ് ട്രഷറി ഓഫ് നോളജ് പറഞ്ഞിട്ട് അല്ല, പറയുന്ന പത്രം അല്ലെങ്കിൽ അതിന്റെ സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം 1947 ഇത് ഈ സെക്ലോസ്റ്റൈലി അച്ചടിക്കപ്പെട്ടാണ്. അതെ, അച്ചടിക്കപ്പെട്ട ആദ്യത്തെ മാസിക എന്ന് പറഞ്ഞാൽ ജ്ഞാനനിക്ഷേപം. അപ്പൊ അങ്ങനെ ആ ചോദ്യത്തിനകത്ത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു അല്ലെ, ഇല്ലിക്കുന്നിൽ നിന്ന് അദ്ദേഹം പ്രസിദ്ധീകരിക്കുന്നത് ഈ അച്ചടി അല്ല, അതിനകത്തുള്ള ഈ സൈക്ലോസ്റ്റൈലിയ എന്ന് പറയുന്ന ആ ഒരു സാധനം ടെക്നോളജിയാണ് അതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത്. ഒരുതരം പഴയകാലത്തെ ഫോട്ടോസ്റ്റാറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ആദ്യം നിരോധിക്കപ്പെട്ട പത്രം, ഈ പറയുന്ന ചില പത്രമാസികളുമായി ബന്ധപ്പെട്ട ചില ചോദ്യമാണ്. ആദ്യം മുസ്ലിം പത്രം പ്രസിദ്ധീകരിച്ചത് കുമാരനാശാന്റെ പത്രാധിപത്യം അല്ലെ, അത് നമുക്കറിയാം. ആദ്യത്തെ വനിതാ മാസിക അതും നമുക്കറിയാം. ഏതാണ് ആദ്യത്തെ വനിതാ മാസിക? കേരളീയ ഗുണബോധിനിയാണ്. വനിതകളൊന്നും ആയിരുന്നില്ല, കേരളവർമ്മയുടെ നേതൃത്വത്തിലുള്ള അല്ലെ കുറെ പേര് ചേർന്നിട്ടുള്ള ഒരു തിരുവനന്തപുരത്ത് നിന്ന് 1886 പിന്നെയാണ് ശാരദ പോലുള്ള സാധനങ്ങളൊക്കെ വരുന്നത് അല്ലെ. കേരളവർമ്മ അങ്ങനെ കുറച്ച് ആൾക്കാരാണ് അതിന്റെ പിറകിൽ ഉണ്ടായിരുന്നത് അല്ലെ. കേരളീയ സുഗുണബോധിനി എന്ന് പറയുന്നത് അല്ലെ. കുമാരനാശന്റെ പത്രാധിപത്യം എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന പോലെ മുഖപത്രമാണ്. അതിന് തന്നെ ചിലപ്പോൾ എന്നാണ് തുടങ്ങിയത്, 1904 തുടങ്ങുന്നത്. അത്ര ചില കാര്യങ്ങൾ കുമാരനാശാൻ അതിന്റെ സെക്രട്ടറി ആയിരുന്നു. അതിൽ ഈ ശാഖാ വാർത്തകളൊക്കെയാണ് വന്നിരുന്നത് എന്ന് പറയുന്ന ചില കാര്യങ്ങൾ ഓർമ്മയുണ്ടാവണം അല്ലെ. ആദ്യത്തെ മുസ്ലിം പത്രം കേരള ദീപിക, ഒരു പ്രസ്സാണ് അല്ലെ. ദീപിക എന്നുള്ള പേരിൽ അവിടെ ഒരു പത്രം വരുന്നുണ്ട്. മുസ്ലിം എന്ന പേരിലും ഒരു പത്രം അദ്ദേഹം ഇറക്കുന്നുണ്ട്. ഇതൊക്കെ ഇറക്കിയത് ആരാണ്? അതെ, അപ്പൊ അത് ഓർമ്മയുണ്ട്. അപ്പൊ അദ്ദേഹം അതിനു മുമ്പ് ഇറക്കിയ പത്രമാണ് സ്വദേശാഭിമാനി എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു സംഗതി ഒരു മുസ്ലിം നവോത്ഥാനത്തിന് അകത്തുള്ള ഒരാള് എന്നുള്ള രീതിയിൽ കൂടെ അത് ഓർമ്മയുണ്ടാവണം അല്ലെ. പശ്ചിമധാരകയുടെ പ്രത്യേകത എന്താണ്? പശ്ചിമധാരക ക്രിസ്ത്യൻ സ്റ്റാർ എന്ന് പറയുന്ന അല്ലെ ആ ഒരു സംഗതി അല്ലെ. ഈ പറയുന്ന 1964 പ്രസിദ്ധീകരിച്ച ഒരു ഇംഗ്ലീഷ് സാധാരണ വെസ്റ്റേൺ സ്റ്റാർ എന്ന് പറഞ്ഞാൽ അല്ലെ. അതിന്റെ മലയാളം പതിപ്പാണ് എന്ത്? പശ്ചിമധാരക എന്ന് പറഞ്ഞാൽ ആദ്യത്തെ വർത്തമാന പത്രം. വർത്തമാന പത്രം എന്നുള്ള രീതിയിലാണ് അത് പറയുന്നല്ലേ. ഈ പറയുന്ന കല്ലൂർ ഉമ്മൻ ഫിലിപ്പോസ് ഒക്കെയാണ് അത് പിന്നീട് പത്രാധിപരാകുന്ന അല്ലെ. മലയാളത്തിലെ ഈ പറയുന്ന ആദ്യത്തെ പത്രാധിപർ എന്നൊക്കെ നമുക്ക് പറയാവുന്ന ഒരാള് പത്രം എന്നുള്ള അർത്ഥത്തിൽ അല്ലെ. അപ്പൊ അത് ഈ പശ്ചിമധാരകയുമായി ബന്ധപ്പെട്ടാണ്. അങ്ങനെയുള്ള ഓപ്ഷൻസ് കൂടെ ഓർമ്മയുണ്ടാണ്. റുബായിയത്തിന്റെ വ്യത്യസ്തമായ തർജ്ജമകളാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് അല്ലെ. അതായത് നേരത്തെ നമ്മൾ മേഘസന്ദേശം പറഞ്ഞു അല്ലെ, ശാകുന്തളം പറഞ്ഞു, റുബായിയാത്ത് പറഞ്ഞു അല്ലെ. അതുപോലെ തന്നെ നമുക്ക് മറ്റൊന്ന് ഗീതാഗോവിന്ദം അല്ലെങ്കിൽ ചില ഒരുപാട് തർജ്ജമകൾ ഉണ്ടായിട്ടുള്ള കൃതികൾ ഇത് ആരുടെയൊക്കെ തർജ്ജമയാണ്, തർജ്ജമ ചെയ്തിട്ടില്ലാത്തത് ആരാണ്, അങ്ങനെ ചില ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ അതിനകത്ത് ഈ പറയുന്ന തർജ്ജമയിൽ റുബായത്തിന് തിരുനെല്ലൂർ കരുണാകരന്റെ തർജ്ജമ ഏത് എന്നുള്ളതാണ് ചോദ്യം. പ്രിയവാർക്കലും റുബായിയാത്ത് തന്നെയാണ് അല്ലെ. ഓപ്ഷൻ എ തന്നെയാണ്. അതേ പേരിൽ തന്നെ അദ്ദേഹം തർജ്ജമ ചെയ്ത് ബാക്കിയുള്ളവരൊക്കെ പേര് മാറ്റിയിട്ടാണ്. അപ്പൊ തിരിച്ച് നമുക്ക് അതിനകത്തുള്ള ഇന്ന ആളുടെ തർജ്ജമയുടെ ഏതാന്നുള്ള രീതിയിൽ വരും അല്ലെ. ജീവിതോത്സവം ആരുടേതാണ്? അപ്പന്റെ തർജ്ജമയാണ് ജീവിതോത്സവം എന്ന് പറയുന്നത്. മധുരോത്സവം എന്ന് പറയുന്നത് വളരെ പ്രസിദ്ധ ചങ്ങമ്പുഴയത് അല്ലെ. വിലാസലഹരിയാണ് ആദ്യത്തെ തർജ്ജമ വരുന്നത് അല്ലെ. അത് മറ്റേ ജി ശങ്കരക്കുറുപ്പ് അല്ലെ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടാവും. ഹരിശ്രീക്ക് അവതാരിക എഴുതിയത് ആരാണ് എന്നുള്ളൊരു അല്പം ടെസ്റ്റ് ചെയ്തൊരു ചോദ്യമാണ് അല്ലെ. ഹരിശ്രീക്ക് അവതാരിക എഴുതിയത് ആരാണ് അല്ലെ. സച്ചിദാനന്ദനാണോ മാഷേ? സച്ചിദാനന്ദനാണ് അല്ലെ. സച്ചിദാനന്ദന്റെ ഈ പറയുന്ന ജ്വാല എന്ന് പറയുന്ന അന്നത്തെ ഈ ആധുനികതാവാദ കാലത്തിന്റെ അല്ല ഈ പറയുന്ന ഒരു സമാന്തര പ്രസിദ്ധീകരണം അല്ലെ, ജ്വാലയാണ്. അപ്പൊ ജ്വാലയെ എന്ന് പ്രസിദ്ധീകരിച്ചിട്ടുള്ള പുതിയ കവിതകളുടെ ഒരു കളക്ഷനാണ്. സച്ചിദാനന്ദൻ അതിന്റെ എഡിറ്റർ ആയിരുന്നു. അതിന്റെ ആമുഖമായിട്ട് നടത്തിയ ഒരു അദ്ദേഹം അതിന്റെ എഡിറ്റർ കൂടിയാണ്. അപ്പൊ അത് എഡിറ്റർ ആരാണെന്നുള്ള രീതിയിൽ വരാം. 1978 ഈ ഒരു സമാഹാരം ഉണ്ടാവും. ഈ രാഷ്ട്രീയ ആധുനികതയുടെ ഭാഗമായിട്ടൊക്കെ വരാവുന്ന സംഗതിയാണ്. തസ്കരനല്ല ഞാൻ, തെമ്മാടിയല്ല ഞാൻ, മുഷ്കരനല്ല ഞാൻ, മുഗ്ധശില. വരി കേട്ടാൽ നമുക്ക് അറിയാം ആരുടെ വരികളാണെന്ന് നമുക്കറിയാം അല്ലെ. വള്ളത്തോളിന്റേതാണ് അല്ലെ. അദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ള അല്ലെ ഏതാണ് ഭാരത സ്ത്രീകളുടെ അതെ ഭാവജീവിതം. അപ്പൊ അതിനകത്ത് വരുന്ന ഞാൻ ചോദിക്കാം, അതിനകത്ത് വരുന്ന ഒരു പ്രധാനപ്പെട്ട എന്താ പറയാ ചരിത്ര കഥാപാത്രമാരാണ് അല്ലെ. അങ്ങനെയുള്ള ചില സംഗതികളൊക്കെ ആരാണ് അല്ലെങ്കിൽ ഏത് എന്താ പറയാ അതെ അത്തരം ചില ചോദ്യങ്ങളൊക്കെ അവിടെ വരാം അല്ലെ. സാഹിത്യ മഞ്ജരിക്കകത്താണ് വന്നിട്ടുള്ളത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടാവും. ഓക്കെ.
ശരിയായ പട്ടിക ഏത് എന്നുള്ളതാണ് അല്ലെ. ഇത് ആശാൻ കവിതകളുടെ പലതരം പഠനങ്ങളാണ്. അതിൽ ഏറ്റവും കൂടുതൽ പഠനങ്ങൾ ഉണ്ടായിട്ടുള്ളത് അല്ലെ. ആശാൻ കവിത പഠനങ്ങളുടെ ഒരു സൂചിക പല തവണയായിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട് അറിയാം അല്ലെ. എം എം ബഷീറൊക്കെ അതിനകത്ത് കുറെ സംഗതികളൊക്കെ ചെയ്തിട്ടല്ലേ. അപ്പൊ അതിനകത്ത് ഉള്ള പഠനങ്ങളാണ്. മനുഷ്യ കഥാനുകായികൾ നമുക്ക് അറിയാവുന്ന ഒരു ഓപ്ഷനാണ്. ആരെഴുതിയതാണ്? മുണ്ടശ്ശേരിയാണല്ലേ. അപ്പൊ നമുക്ക് ആ ഒരു ഓപ്ഷൻ നമുക്ക് അവിടെ പെട്ടെന്ന് തന്നെ ഈ പറയുന്ന പോലെ A3 എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് C മാത്രമേ ഉള്ളൂ അല്ലെ. അപ്പൊ നമുക്ക് അത് C ആണെന്ന് ഉറപ്പിക്കാം അല്ലെ. അപ്പൊ ബാക്കിയുള്ളത് നമുക്ക് ഈ പറയുന്ന ആശാൻ കവിത ആധുനികാനന്തര പഠനങ്ങൾ നമുക്കറിയാവുന്ന P. പവിത്രന്റെ വർക്കാണെന്ന് അറിയാം അല്ലെ. മാംസനിബദ്ധമല്ല രാഗം അല്ലെ, മറ്റു ലേഖനങ്ങളാണ്. മാംസനിബദ്ധമല്ല രാഗം എന്ന് പറയുന്ന അല്ലെ. ആ രണ്ട് ലേഖനങ്ങൾക്ക് ചില പ്രത്യേകതയുള്ളതുകൊണ്ടാണ് ഓപ്ഷനിലേക്ക് വന്നത്. മാംസനിബദ്ധമല്ല രാഗം എന്ന് പറയുന്ന ലേഖനം അല്ലെ P.T. ഗോപാലകൃഷ്ണൻ എഴുതിയിട്ടുണ്ട് അല്ലെ. ആ ലേഖനത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആശാന്റെയും ഈ പറയുന്ന ആശാന്റെ നായകന്മാരുടെയും രതിവൈകൃതങ്ങളെ കുറിച്ചൊക്കെ ഉള്ള ഒരു പഠനമായിട്ടുണ്ട് വന്നത്. അപ്പൊ അത് ആ രീതിയിലുണ്ട് അല്ലെ. പിന്നെ ആശാന്റെ വീണപൂവ് ഒരു ഉത്കൃഷ്ട ഹാസ്യകൃതി, ഒരു ഹാസ്യ സാഹിത്യ നിലയിൽ വേളൂർ കൃഷ്ണൻകുട്ടി എഴുതിയ ലേഖനമാണ്. അതിനെ വീണപൂവിനെ ഒരു ഹാസ്യ സാഹിത്യമായിട്ട് കാണുന്ന ഒരു സംഗതി ജനയുഗം ആഴ്ചപ്പതിൽ അദ്ദേഹം എഴുതിയൊരു ലേഖനമാണ്. അപ്പൊ അങ്ങനെയുള്ള ചില ആശാൻ പഠനങ്ങൾ അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ബഷീർ പഠനങ്ങൾ, ആശാൻ പഠനങ്ങൾ അല്ലെ, അതുപോലെ തന്നെ വൈലോപ്പിള്ളി പഠനങ്ങൾ, അങ്ങനെ പ്രധാനപ്പെട്ട കവികളെ കുറിച്ചുള്ള ചില പഠനങ്ങൾ എപ്പോഴും നമ്മൾ ഓർത്തു വെക്കണം. ഓക്കെ. ചേർച്ചയില്ലാത്ത ഗണം ഏത് എന്ന് പറയുന്ന ഒരു ചോദ്യമാണ് അല്ലെ. ഏതാണത്? അർദ്ധവിരാമങ്ങൾ, ഭൂമിക്കൊരു ചരമഗീതം, ജ്ഞാനഗ്നി. ഓക്കെ. അർദ്ധവിരാമങ്ങൾ, ഭൂമിക്കൊരു ചരമഗീതം, ജ്ഞാനഗ്നിയാണോ? വേറെ ഏതൊക്കെ ഓപ്ഷൻ ഉണ്ട്? സിയും ഡി ആണ് തോന്നുന്നത് പക്ഷേ. അതെ അതെ, സി ആണ് അതിനകത്ത് കൃത്യമായ ഒരു സംഗതിയിലെ മറ്റേ ജ്ഞാനഗ്നി, അത്രമേ സ്നേഹിക്കാൻ നമുക്ക് നിർത്താൻ തോന്നുന്നു. ഞാനൊരു ക്ലാസ് ആയിരുന്നു. ഓക്കെ, നമുക്ക് നാളെയും സമയത്ത് കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് ഇതുപോലെ ഡിസ്കസ് ചെയ്യാൻ, കുറച്ച് ചോദ്യങ്ങൾ കൂടെ അതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. ചില പോയിന്റ്സ് രൂപത്തിലേക്ക് ആഡ് ചെയ്യാൻ നോക്കാനുള്ള സമയം എന്നുള്ളതുകൊണ്ട് നമുക്ക് ആ ദൃശ്യകലാ സാഹിത്യം അങ്ങനെയുള്ള ചില മേഖലയിൽ നിന്ന്, അതുപോലെ തന്നെ സിനിമ ചില മേഖലയിൽ നിന്ന് കുറച്ച് കൂടെ ആഡ് ചെയ്യാം കേട്ടോ. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അതിനെ കൊടുത്ത് ചെയ്യാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്യുകയോ മറ്റോ ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു മാഷെ.